കൊണ്ട് നമുക്കതിനെ അന്വേഷിക്കാം. യഥാർത്ഥത്തിൽ മാതൃഭാഷ ഇന്ന് മലയാളിക്ക് എന്താണെന്ന് ചോദിച്ചാൽ, ചരമക്കത്ത് അടിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ്. കല്യാണക്കത്ത് അടിക്കാൻ വേണ്ടി നേരത്തെ ആത്മ സൂചിപ്പിച്ച പോലെ ഇംഗ്ലീഷും, ചരമക്കത്ത് അടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയാണ് മലയാളം. അപ്പോൾ കുഴിച്ചു മൂടാനുള്ളതൊക്കെ മലയാളവുമായിട്ട് ബന്ധപ്പെട്ടതും സ്വപ്നം കാണാനുള്ളത് മുഴുവൻ, ഭാവിയുമായി ബന്ധപ്പെട്ടത് മുഴുവൻ ഇംഗ്ലീഷുമാണ് എന്ന് മലയാളി അംഗീകരിച്ച ഒരു കാലഘട്ടത്തിലാണ് ഈ സാഹസത്തിന് നമ്മൾ മുതിരുന്നത്. ഇതാണ് അതിൻ്റെ ഒരു അപകടം. പക്ഷേ ഒരു അപകടമുണ്ട്. ഈ കോളേജിൻ്റെ പേരുൾപ്പെടെയുള്ള, അതിൻ്റെ പേര് വഹിക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിനിധീകരിക്കുന്ന ഒരു വലിയ ഒരു ഘട്ടം കഴിഞ്ഞാണ് നമ്മൾ പോകുന്നത്. ദേശീയ പ്രസ്ഥാനവും ദേശീയ സമരവും ഒക്കെ കഴിഞ്ഞ് സ്വാതന്ത്ര്യം നേടി. പക്ഷെ അന്ന് വിചാരിച്ച നേരെ തിരിച്ചാണ്. ഇംഗ്ലീഷ് പിന്നിലേക്ക് പോകുമെന്നും ഇന്ത്യൻ ഭാഷകൾ മുന്നിലേക്ക് വരുമെന്നാണ് പ്രതീക്ഷിച്ചത്. ആധുനിക നാടകങ്ങളിൽ പലതിനും കാണുന്നത് പോലെ ഈ ഒരു തരതിരിച്ചിൽ പിന്നീട് വന്നൊരു അസംബന്ധ നാടകം അരങ്ങേറുകയാണ് നമ്മുടെ ക്ലാസ് മുറികളിൽ. ഒരു ഗോദോയെ കാത്ത്, അല്ലേ, ഗോദോയെ കാത്ത് നമ്മളിപ്പോൾ ഉക്രൈനിൽ വരെ എത്തിയിട്ടുണ്ട്, സഞ്ചരിച്ച്. ഞാനതിന് പരിഹസിക്കുകയല്ല, പക്ഷേ മലയാളിയുടെ ബോധം എവിടെ എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ ആലോചിച്ചേ പറ്റുള്ളൂ. കാരണം ഇതിൽ പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തെന്നാൽ 19-ാം നൂറ്റാണ്ടിൽ നമ്മളെക്കാളൊക്കെ വിവരമുണ്ട് എന്ന് നമ്മൾ കരുതിയിരുന്ന ആളുകൾ, ബ്രിട്ടീഷുകാർ എത്രയോ നൂറ്റാണ്ടുകൾ ഇന്ത്യ ഭരിക്കുമെന്ന് വിചാരിച്ചിരുന്ന ആളുകളാണ്. ഇപ്പോൾ ഇന്ദുലേഖയിലെ 18-ാം അധ്യായം എടുത്താൽ അറിയാം. ആ 18-ാം അധ്യായത്തിൽ പറയും, ബ്രിട്ടീഷുകാരാണ് ഭരിക്കേണ്ടത്. അതിലെ മുഖ്യ കഥാപാത്രമായ മാധവനെ മറ്റൊരു കഥാപാത്രം വിമർശിക്കുന്നുണ്ട്. നിങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുകാർ 1885-ലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വന്നത്, 1889-ലാണ് ഇന്ദുലേഖ പുറപ്പെടുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആളാണ് നായകൻ. അപ്പോൾ ആലോചിക്കണം എത്ര സമകാലികമാണ് ആ നോവൽ എന്നുള്ളത്. അപ്പോൾ അതിൽ മാധവനോട് പറയും, നിങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണം, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ വിമർശിക്കുന്ന സംഘടനയാണല്ലോ, അതുകൊണ്ട് എനിക്കതിനോട് യോജിപ്പില്ല എന്ന് പറയുമ്പോൾ മാധവൻ പറയുന്നത്, അല്ല, അങ്ങനെയല്ല സ്ഥിതി, ഞങ്ങൾ ബ്രിട്ടീഷുകാരിവിടെ ഭരിക്കണമെന്ന് പറയുന്ന ആളുകളാണ്. ഏതെങ്കിലും ഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണമെന്ന് പറയുന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ കോൺഗ്രസ് വിടും എന്നാണ് പറഞ്ഞത്. മനസ്സിലായല്ലോ? അന്നത്തെ സ്ഥിതിയാണ് പറഞ്ഞത്, 1889-ൽ. അങ്ങനെ ധരിച്ചിരുന്നൊരു ഘട്ടമുണ്ട്. അപ്പോൾ ബുദ്ധിജീവികളൊക്കെ 19-ാം നൂറ്റാണ്ട് വിചാരിച്ചത് നമ്മുടെ മോചനം ഇംഗ്ലീഷിലൂടെ എന്ന് മാത്രമല്ല, ഇംഗ്ലീഷ് ഭരണത്തിലൂടെ എന്ന് വിചാരിച്ചിരുന്നു. ആ ലോകവീക്ഷണത്തെയാണ് നമ്മൾ കൊളോണിയൽ ആധുനികത എന്ന് വിളിക്കുന്നത്. നമ്മുടെ ആധുനികീകരണം, നമ്മുടെ പുരോഗതി, നമ്മുടെ മോചനം, നമ്മുടെ സ്വാതന്ത്ര്യം മുഴുവൻ ഇംഗ്ലീഷ് ഭാഷയിലൂടെ എന്ന് മാത്രമല്ല, ഇംഗ്ലീഷ് ഭരണത്തിലൂടെ എന്ന് കരുതിയിരുന്ന ഒരു കാലം. അതെല്ലാവരും, അതിൽ ജാതിഭേദമൊന്നുമില്ല. അത് ഇന്ദുലേഖയിൽ ചന്തുമേനോൻ ഇങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ, സരസ്വതി വിജയം എന്ന് പറയുന്ന ആദ്യത്തെ ദളിത് നോവലുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ദളിത് നോവലിൽ എഴുതിയ പോത്തേരി കുഞ്ഞമ്പൂ ഒരു പടി കൂടി കടന്നിട്ട് ഇംഗ്ലീഷുകാർ നൂറ്റാണ്ടുകളായി ഇവിടെ ഭരിക്കുമെന്നും ഇംഗ്ലീഷ് പട്ടാളം ഇവിടെ നൂറ്റാണ്ടുകളായി നിലനിൽക്കുമെന്നും അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് കേരളത്തിലെ സ്ത്രീകളെ താൽക്കാലികമായിട്ട് അവരൊക്കെ ഭാര്യമാരായിട്ട് വെക്കാനുള്ള അനുമതി കൊടുക്കണം എന്ന് വരെ പറഞ്ഞു. ആലോചിച്ച് നോക്കണം. അപ്പോൾ അതിനെ പിന്തള്ളിക്കൊണ്ടാണ്, അത്രയും വലിയ ആത്മവിശ്വാസത്തിൽ ഇംഗ്ലീഷുകാരിവിടെ ഭരിക്കുമെന്ന് കരുതിയിരുന്ന ആത്മവിശ്വാസം തകർത്തുകൊണ്ടാണ് 1916 ആകുമ്പോൾ മഹാത്മാഗാന്ധി ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലെത്തുകയും അതുവരെ ഇംഗ്ലീഷുകാരോട് തോളോട് ചേർന്ന് ഞങ്ങൾ ഇംഗ്ലീഷുകാർക്ക് തുല്യരാണ്, അല്ലെ, എയോ ഹ്യൂമിനോടൊക്കെ തുല്യരാണ്, ഞങ്ങൾ നിറം കറുപ്പാണെങ്കിലും ഞങ്ങൾ യഥാർത്ഥത്തിൽ വെളുപ്പാണ് എന്നുള്ള ധാരണയിൽ വലുപ്പപ്പെടാൻ വേണ്ടി, വെള്ളക്കാർക്ക് തുല്യരാകാൻ വേണ്ടിയിട്ടാണ് അന്ന് ബ്രിട്ടീഷ് കൂടി നേതൃത്വം കൊടുത്തിരുന്ന എയോ ഹ്യൂം ഉൾപ്പെടെയുള്ള ഗംഭീരനായ ചിന്തകനാണ് മറ്റൊരു കാര്യം. അവരോടൊക്കെ ഒപ്പം നിന്നുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രവർത്തിച്ച ആളുകളുടെ സംസ്കാരത്തെ തന്നെ മാറ്റിമറിച്ചുകൊണ്ടാണ് ഇന്ത്യൻ കർഷകർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് ഗാന്ധിയോടൊപ്പം കടന്നു വരുന്നത്. 1916 മുമ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രൊസീഡിങ്സ് മുഴുവൻ, ചർച്ചകൾ മുഴുവൻ നടന്നത് ഇംഗ്ലീഷിലാണ്. ഗാന്ധി കർഷകർ, ചമ്പാരൻ സമരം ഉൾപ്പെടെയുള്ള സമരങ്ങൾ വന്നപ്പോൾ ഗാന്ധി ഈ നിരക്ഷരായ കർഷകരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വേദികളിൽ കയറ്റിയിരുത്തിയപ്പോഴാണ് നേരത്തെ നമ്മൾ കണ്ട മാധവന്മാരെ പോലുള്ള ആളുകൾ കോൺഗ്രസ് വിട്ടത്. കാരണം ഈ വിവരമില്ലാത്ത
ഈ ചളി പെരങ്ങിയ ഈ മനുഷ്യരോടൊപ്പം ഇരിക്കാൻ ഞങ്ങളില്ല, അത് ഞങ്ങൾ അന്തസ്സിന് കേടാണ് എന്ന് പറഞ്ഞ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിട്ട ആളുകളിൽ ഒരാൾ എൻ്റെ നാട്ടുകാരൻ, മറ്റു മലബാറുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റാണ് സർ സി ശങ്കരൻ നായർ. ഗാന്ധി ആൻഡ് അനാർക്കി എന്ന പുസ്തകം അദ്ദേഹം എഴുതി. ഗാന്ധി ഉണ്ടാക്കുന്നത് അരാജകത്വം. അത് ഞാൻ പറഞ്ഞത്, ഈ ഇംഗ്ലീഷ് ഭ്രമം കണ്ടിട്ട് ചരിത്രബോധമുള്ള ആളുകൾ പരിഭ്രമിക്കേണ്ട. കാരണം ഇതിനേക്കാൾ വലിയ ആളുകൾ പണ്ട് ഇതിലേയും വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിനെ അട്ടിമറിച്ചിട്ടാണ് നമ്മൾ ഈ സ്വാതന്ത്ര്യം നേടിയെടുത്തത്. ഇനി മറ്റൊന്ന്, ഇനി ഇംഗ്ലണ്ടിന്റെ സ്ഥിതി എന്താ? ഇപ്പൊ ഞാൻ മലയാളത്തിന് വേണ്ടി പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇംഗ്ലീഷിനെതിരെയുള്ളൊരു വാദമാണെന്ന് തെറ്റിദ്ധരിക്കും. അങ്ങനെയല്ല. ഞാൻ സത്യം പറഞ്ഞാൽ കൂടുതൽ ആദ്യം വായിച്ചതും പഠിച്ചതും ഇപ്പം കൂടുതലൊക്കെ വായിക്കുന്നത് ഇംഗ്ലീഷ് സാഹിത്യവും ഒരുപക്ഷെ യൂറോപ്യൻ സാഹിത്യവുമാണ്. അതിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ എനിക്കൊക്കെ മാതൃഭാഷയുടെ പ്രാധാന്യം മനസ്സിലായത്. യൂറോപ്യൻ ചരിത്രം മനസ്സിലാക്കിയപ്പോഴാണ് മാതൃഭാഷയുടെ പ്രാധാന്യം മനസ്സിലായത്. യൂറോപ്യന്മാര്, പ്രത്യേകിച്ച് ഇംഗ്ലീഷുകാർ, അവരുടെ ഭാഷയെ സ്നേഹിക്കുന്നത് കണ്ടാണ് ഞാൻ അവരുടെ ഭാഷയെ സ്നേഹിക്കണമോ, ആ ജാഥയുടെ പിന്നിൽ അവസാനത്തെ ആളായിട്ട് നിൽക്കണമോ, എൻ്റെ ഭാഷയുടെ സമരത്തിന്റെ മുന്നിലുള്ള ഒരാളായി നിൽക്കണമോ എന്ന ഒരു പ്രശ്നം എൻ്റെ മുന്നിൽ വന്നു. അടുത്ത വീട്ടുകാരൻ ഭാര്യയെ പ്രേമിക്കുന്നത് കണ്ട് ഞാൻ പോയിട്ട് അയാളുടെ ഭാര്യയെ തന്നെ പ്രേമിക്കണോ അതോ എൻ്റെ ഭാര്യയെ പ്രേമിക്കണോ എന്നുള്ള ചോദ്യം ഇത്ര ലളിതമാണ് അല്ലേ? കാരണം ഇംഗ്ലീഷുകാർ അവരുടെ ഭാഷയെ സ്നേഹിക്കുന്നു, ഫ്രഞ്ചുകാർ അവരുടെ ഭാഷയെ സ്നേഹിക്കുന്നു, ജർമ്മൻകാർ അവരുടെ ഭാഷയെ സ്നേഹിക്കുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷയെ വിട്ട് അവരോടൊപ്പം നിൽക്കലാണോ അവരിൽ നിന്ന് പഠിക്കേണ്ടത്, അതോ എൻ്റെ ഭാഷയെ സ്നേഹിക്കാൻ വേണ്ടിയാണോ അവരിൽ നിന്ന് പഠിക്കേണ്ടത്? ഇതാണ് പ്രശ്നം. അതുകൊണ്ട് ഇംഗ്ലീഷ് ചരിത്രം വായിച്ചപ്പോൾ, ഇംഗ്ലീഷിൻ്റെ ഭാഷയുടെ പരിണാമം വായിച്ചപ്പോൾ വ്യക്തമായി മനസ്സിലായി എങ്ങനെയാണ് ഇന്നത്തെ മലയാളത്തെക്കാൾ പരിതാപകരമായ ഒരു അവസ്ഥയിൽ നിന്ന് അവർ ഇംഗ്ലീഷ് എന്ന ഭാഷ കെട്ടിപ്പടുത്തുക എന്ന് മനസ്സിലായി. AD 1066 നോർമൻകാർ എന്ന് പറയുന്ന ഫ്രഞ്ച് സംസാരിക്കുന്ന ആളുകൾ ഇംഗ്ലണ്ടിനെ കീഴ്പ്പെടുത്തി. ഇംഗ്ലീഷ് ചരിത്രം പഠിച്ചാൽ അറിയാം. അങ്ങനെ കീഴ്പ്പെടുത്തിയിട്ട് ആ കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് കീഴ്പ്പെടുത്തിയതിനേക്കാളും വളരെ ശക്തമായി കീഴ്പ്പെടുത്തല. അത് രാജാവിനെ തന്നെ ബാധിച്ചുകൊണ്ടാണ് അത് കീഴ്പ്പെടുത്തുന്നത്. കീഴ്പ്പെടുത്തിയപ്പോൾ അവിടെ സംസാരിക്കുന്ന ഭാഷ നേരത്തെയുള്ള ക്രൈസ്തവ മതപരമായ ലത്തീൻ ഭാഷ, അതിനോടൊപ്പം ഈ അധിനിവേശകർ കൊണ്ടുവന്ന ഫ്രഞ്ച് ഭാഷ. ഇതല്ലാതെ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് യാതൊരു അന്തസ്സും ഉണ്ടായിരുന്നില്ല. ഇംഗ്ലീഷ് ഭാഷ സംസാരിച്ചത് നാട്ടിൻ പുറത്ത് നേരത്തെ കണ്ട നിരക്ഷരരായ കർഷകർ, അടുക്കളക്ക് പുറത്തിറങ്ങാത്ത സ്ത്രീകൾ, ഈ രണ്ട് വിഭാഗത്തിന്റെ ഭാഷയായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഇംഗ്ലീഷ്. ആലോചിക്കണം. അന്തസ്സുള്ള ആരും ഇംഗ്ലീഷ് സംസാരിച്ചിരുന്നില്ല. ജെഫ്രി ചോസർ അറിയാം എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന്റെ കാൻറ്റർബറി ടെയിൽസ് എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും ആദ്യത്തെ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് അന്തസ്സ് നേടിക്കൊടുത്ത ആദ്യത്തെ കവി അദ്ദേഹം, ജെഫ്രി ചോസർ, അദ്ദേഹത്തിന്റെ കാൻറ്റർബറി ടെയിൽസിൽ പറയും, നോക്കൂ, ഒരു പിൽഗ്രിമേജിനെ കുറിച്ചാണ് പറയുന്നത്, ഒരു തീർത്ഥയാത്രയെ കുറിച്ചാണ് പറയുന്നത്. നോക്കൂ, ആ പൊങ്ങച്ചക്കാരി സംസാരിക്കുന്നത് ഫ്രഞ്ചാണ്. അവരുടെ ഫ്രഞ്ച് കേട്ടാൽ സാക്ഷാൽ പാരീസുകാർക്ക് മനസ്സിലാവുകയില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ആളുകൾ ഇംഗ്ലീഷ് പറയുന്ന പോലെയാണ് അർത്ഥം. ഇംഗ്ലീഷായ മാതൃഭാഷ വെടിഞ്ഞുകൊണ്ട് നോക്കൂ, ആ പൊങ്ങച്ചക്കാരി ഫ്രഞ്ച് പറയുന്നു, പക്ഷെ അവന്റെ ഫ്രഞ്ച് സാക്ഷാൽ പാരീസുകാർക്ക് മനസ്സിലാകുകയില്ല എന്ന് പരിഹസിക്കുന്നുണ്ട്. ആ ജെഫ്രി ചോസർ ആദ്യമായി രാജസദസ്സിൽ ഇംഗ്ലീഷിൽ കവിത ചൊല്ലുന്നത് ഒരു സമരത്തിന്റെ ഭാഗമായിട്ടാണ്. ഭടജനങ്ങളുടെ നടുവിലുള്ള ഒരു പടയണിക്കുക ചേരുവാൻ വടിവി എന്നൊരു ഇംഗ്ലീഷ് ഭാഷ തന്നെ ചിദംബരം എന്നാണ് പറഞ്ഞത്. നമ്മുടെ നമ്പ്യാർ പറഞ്ഞത് അവിടെ ജെഫ്രി ചോസർ ഇംഗ്ലീഷ് ഭാഷ തന്നെയാണ് പറയേണ്ടത് എന്ന മട്ടിൽ ജനതയുടെ ഭാഷ രാജസദസ്സിൻ്റെ അകത്തേക്ക് കൊണ്ടുവരുന്നു. ഭാഷയുടെ ജനാധിപത്യം രംഗത്തേക്ക് വരികയാണ്. അന്നത്തെ രാജാക്കന്മാരുടെ കിരീടധാരണത്തിന്റെ ചടങ്ങുകൾ പോലും ലത്തീനിൽ മാത്രം നടന്നിരുന്ന, ഫ്രഞ്ചിൽ മാത്രം നടന്നിരുന്ന ആ കാലഘട്ടത്തിൽ അവിടുത്തെ കാവ്യഭാഷയ്ക്ക് വേണ്ടിയുള്ള സമരത്തിന്റെ ഭാഗമായിരുന്നു ജെഫ്രി ചോസർ. എൻ്റെ ചരിത്രം അതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, യൂറോപ്പിന്റെ ചരിത്രം നമ്മൾ കൂടുതൽ അന്വേഷിച്ച് പോകുമ്പോൾ നമ്മൾ നവോത്ഥാനത്തെക്കുറിച്ച് ഒരുപാട് സെമിനാറുകൾ നടത്തും, നവോത്ഥാനത്തെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടത്തും. പക്ഷെ നവോത്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ പറയുകയില്ല. എന്താണ് നവോത്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം? നവോത്ഥാനം ആരംഭിക്കുന്നത് മാതൃഭാഷാ സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ്. മാതൃഭാഷാ സമരമില്ലാതെ ഒരു നവോത്ഥാനവുമില്ല. കാരണം ലോക നവോത്ഥാനത്തിന്റെ പിതാവായിട്ട് നമ്മൾ പറയുന്ന, ഇപ്പൊ പിതാവ് എന്ന് പറയുമ്പോൾ സ്ത്രീവാദത്തിന്റെ കാഴ്ചപ്പാടിൽ മാതാവ് ആരാണെന്ന് ചോദിക്കും അല്ലേ? ഇപ്പൊ കഴിഞ്ഞ ഇന്റർനെറ്റിൽ ഒരു കാര്യം കണ്ടു. കഴിഞ്ഞ 11 മാസത്തിനുള്ളിൽ 2000 വീട്ടമ്മമാരാണ് ഒളിച്ചോടിയത്. അപ്പോൾ ആരോ തമാശ കിട്ടു, അപ്പൊ ഈ വീട്ടമ്മമാർ മാത്രം, വീട്ടച്ഛൻ ഇല്ലാതെ ഒളിച്ചോടിയാണെങ്കിൽ അതൊരു മാരത്തോൺ ഓട്ടമായിരിക്കുമല്ലോ. തിരിച്ചു പറഞ്ഞെന്ന് പറയാം. അതുകൊണ്ട് പിതൃസങ്കല്പങ്ങൾ ഇപ്പൊ ഇല്ല. എങ്കിൽ പോലും നമ്മൾ ഔപചാരികമായി പറയാറുണ്ടല്ലോ അങ്ങനെ. ദാന്തയാണ് ലോക നവോത്ഥാനത്തിന്റെ പിതാവ്. അദ്ദേഹം ഡിവൈൻ കോമഡി എന്ന് പറയുന്ന
ലോക നവോത്ഥാനത്തിന്റെ ഏറ്റവും ആദ്യത്തെ സാഹിത്യകൃതി എഴുതിയത് നാട്ടുഭാഷയിലാണ്. അന്ന് എല്ലാവരും ലത്തീൻ ഭാഷയിൽ, ദേവഭാഷയായ ലത്തീൻ ഭാഷയിൽ സാഹിത്യകൃതി എഴുതുമ്പോൾ അതുവരെ ആരും പ്രവേശിച്ചിട്ടില്ലാത്ത നാട്ടുഭാഷ ഇറ്റാലിയനിൽ കവിത എഴുതിക്കൊണ്ടാണ് ലോക നവോത്ഥാനം ആരംഭിക്കുന്നത്. ഈ കാര്യം ഒഴിച്ച് ബാക്കിയൊക്കെ നമ്മൾ ചർച്ച ചെയ്യും. എന്ന് മാത്രമല്ല, ആ ഡിവൈൻ കോമഡി എഴുതിയ ഡാന്റെ അദ്ദേഹം ഒരു പ്രബന്ധം എഴുതിയിട്ടുണ്ട്, പിന്നീട് പ്രസിദ്ധീകരിച്ചത് ആ പ്രബന്ധം. അതിൻ്റെ അകത്ത് ആ പ്രബന്ധത്തിന്റെ പേര് ഡി വൾഗാരി എലക്വൻഷ്യ എന്നാണ്. എന്ന് വെച്ചാൽ ഈ പറയുന്ന തദ്ദേശീയ നാട്ടുഭാഷകളെ കുറിച്ചാണ് അത് എഴുതിയിട്ടുള്ളത്. അതിനെക്കുറിച്ചുള്ള പ്രഭാഷണമാണ്, അതിനെക്കുറിച്ചുള്ള പ്രബന്ധമാണത്. അതിൽ അദ്ദേഹം ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ ഇത്തരം സദസ്സിൽ പ്രാർത്ഥന കഴിഞ്ഞാൽ പാടുന്ന ഒരു വരിയുണ്ടല്ലോ, 2 വരികൾ. എന്താണ്? മറ്റുള്ള ഭാഷകൾ എനിക്കറിയാം. ഇപ്പൊ ധാത്രി എന്ന് പറഞ്ഞാൽ കുഴപ്പമാണ്, കാരണം അതൊരു പരസ്യവാചകമാണ് അല്ലേ? ധാത്രി. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മറ്റൊരു പെറ്റമ്മ തൻ ഭാഷ താൻ. ഇന്നത്തെ കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഇത് പറയാൻ സാധിക്കുമെന്നൊരു ചോദ്യം ഇവിടെ കിടക്കുന്നു. കാരണം ആ പെറ്റമ്മയുടെ കുട്ടികൾ പെറ്റമ്മ സംസാരിക്കുന്ന ഭാഷയാണോ സംസാരിക്കുന്നത്? കഴിഞ്ഞില്ല. പെറ്റമ്മ തന്നെ മക്കളെ കൊണ്ട് സ്വന്തം ഭാഷയാണോ സംസാരിപ്പിക്കുന്നത്? അല്ലല്ലോ. നിങ്ങൾ ആ നോർത്ത് കാതെന്നുള്ള സിനിമ കണ്ടറിയാം. തീൻ മേശമേൽ കുട്ടികളെ കൊണ്ട് സംസാരിപ്പിക്കുന്നത് അച്ഛനമ്മമാർ ഇംഗ്ലീഷാണ്. അപ്പോൾ അത് കാണിക്കുന്നത് എന്താണ്? കാണിക്കുന്നത് പണ്ട് ക്രിസ്തു പറഞ്ഞതുപോലെ നമ്മുടെ മതത്തിൽപ്പെട്ട, നമ്മുടെ നാട്ടുകാരിൽപ്പെട്ട ആൾ നമ്മുടെ ആളല്ല എന്ന് വരുന്നു അല്ലേ? അതേസമയം ഇവിടെ ജോലി ചെയ്യാൻ വേണ്ടി വരുന്ന സഹസംസ്ഥാന തൊഴിലാളികൾ, ഞാൻ അവരെ ഇതര സംസ്ഥാനം എന്ന് വിളിക്കുന്നില്ല, അവർ സഹോദരരായതുകൊണ്ട് അവരെ സഹസംസ്ഥാന തൊഴിലാളികൾ എന്ന് ഞാൻ വിളിക്കുന്നു. ആ സഹസംസ്ഥാന തൊഴിലാളികളുടെ മക്കൾ മലയാള മാധ്യമത്തിൽ പഠിക്കുന്നു. അവരെല്ലാത്തിലും A+ നേടുന്നു. അവിടെ ഹിമാദ്രി മാജി എന്ന് പറയുന്ന കുട്ടി മലപ്പുറത്തെ ഒരു സ്കൂളിൽ മാതൃഭാഷയിലാണ് പഠിച്ചത്. അവര് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന ഒരു കവിതാ മത്സരത്തിൽ മലയാളികളെ തോൽപ്പിച്ച് 1ാം സ്ഥാനം നേടുന്നു. മലയാള ഐക്യവേദിയുടെ 7ാം സംസ്ഥാന സമ്മേളനം ചെറുതുരുത്തിയിൽ വള്ളത്തോളിന്റെ നാട്ടിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത ആ കുട്ടിയാണ്. അപ്പൊ എന്താ കാണിക്കുന്നത്? അപ്പോൾ രക്തം പെറ്റമ്മയാണോ പൊറ്റമ്മയാണോ എന്ന പ്രശ്നം അവിടെ കിടക്കുവാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ നമ്മൾ കൈയൊഴിഞ്ഞാലും ബംഗാളികൾ ഈ ഭാഷ കൊണ്ടുപോകും, യാതൊരു സംശയമില്ല കാര്യത്തിൽ. വളരെ വ്യക്തമാണ്. അതിന് ഒരു നല്ല തെളിവും കൂടെ ഞാൻ പറയാം. ഞാൻ വരുന്നത് പഴയ കടത്തനാട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. എൻ്റെ ശരിക്കുള്ള ജന്മദേശം വടകരയാണ്. അവിടെ ഓണപ്പൊട്ടൻ എന്ന് പറഞ്ഞിട്ടൊരു ആചാരമുണ്ട്. കുറച്ച് പേര് കേട്ടിരിക്കും ഞാൻ വിചാരിക്കുന്നത്. ഞങ്ങൾ പറയുക യഥാർത്ഥത്തിലെ മഹാബലി അതാണ്, തൃക്കാക്കരപ്പനല്ല. കാരണം കീഴടക്കിയ ആളല്ല, കീഴടക്കപ്പെട്ട ആളാണ്, നാവറുക്കപ്പെട്ട ആളാണ്, അടിച്ചമർത്തപ്പെട്ട ആളാണ്. അയാളാണ് ഓണപ്പൊട്ടനായിട്ട് വരുന്നത്. പക്ഷെ കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായി ഈ കേരളത്തിന്റെ മലയാളത്തിന്റെ പ്രതീകമായിട്ട് വരുന്ന ഈ മഹാബലിയുടെ വേഷം കെട്ടുന്ന ഒരു ബംഗാളി യുവാവാണ്. കാരണം ആളില്ല, കെട്ടാൻ ആളില്ല. ഇത് തന്നെ ഒരു പ്രതീകാത്മകമായ കാഴ്ചയാണ്. കാരണം മഹാബലിയെ ബംഗാളി ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം മലയാളത്തെ ബംഗാളിയുടെ കുട്ടികൾ ഏറ്റെടുത്തിരിക്കുന്നു. ഇവിടെ ചോദ്യം വരുന്നത്, രക്തത്തിലൂടെ വരുന്ന ഒന്നാണോ മാതൃഭാഷ, അതോ സാമൂഹ്യ ബന്ധത്തിലൂടെ രൂപപ്പെടുന്നതാണോ മാതൃഭാഷ? രക്തത്തിലൂടെ വരുന്നതാണെങ്കിൽ അച്ഛനമ്മമാർ മലയാളികളാണെങ്കിൽ സ്വാഭാവികമായിട്ട് മലയാളം പറയുന്നില്ലല്ലോ അല്ലേ? പക്ഷെ അതേ സമയത്ത് സമൂഹത്തിലേക്ക് ആദ്യം തന്നെ ബംഗാളികളുടെ കുട്ടികൾ മലയാളി കുട്ടികളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവർ മാതൃഭാഷ മലയാളം സംസാരിക്കുന്നു, അവരുടെ ഭാഷയാണ് മലയാളം. ജനിക്കും തൊട്ടൻ മകന്, ബാക്കി നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, ഇംഗ്ലീഷ് പഠിക്കണം, അതിനാൽ ഭാര്യ തൻ പേര് അങ്ങ് ഇംഗ്ലണ്ടിൽ തന്നെ ആക്കി ഞാൻ എന്നാണല്ലോ കുഞ്ഞുണ്ണി പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അവിടെ തന്നെയാണ് പ്രസവിക്കുന്നതെങ്കിൽ ഞാൻ പറയാം അവരെ മലയാളം ഇങ്ങനെ ബലം പ്രയോഗിച്ചിട്ട് അവരെ മേൽ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം അവിടെയാണ് വളരുന്നതെങ്കിൽ അവർ ഇംഗ്ലീഷാണ് പഠിക്കേണ്ടത്. എന്തുപോലെ ബംഗാളികളുടെ കുട്ടികൾ ഇവിടെ തന്നെ വളരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവർ ആദ്യം പഠിക്കേണ്ടത് മലയാളം. അതുപോലെ അങ്ങനെ കരുതിയാൽ മതി. അതുകൊണ്ട് രക്തബന്ധമല്ല മാതൃഭാഷയുടെ അടിസ്ഥാനം. വള്ളത്തോളിന്റെ കവിത ചെറിയ അന്നത്തെ അദ്ദേഹത്തിന്റെ ആ അർത്ഥത്തിൽ വലിയ ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലഘട്ടത്തിൽ അത് ആ അർത്ഥത്തിൽ ശരിയാണെങ്കിൽ ഇന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു തിരുത്താവശ്യമാണ്. ഈ തിരുത്ത് ആദ്യം കൊടുത്ത ആള് ദാന്തയാണ്. ദാന്തെ പറഞ്ഞു എന്താണ് മാതൃഭാഷ എന്ന് നിർവഹിച്ചപ്പോൾ ദാന്തെ പറഞ്ഞു ഏതൊരു ഭാഷയിലാണോ ആയമാർ സംസാരിക്കുന്നത് അതാണ് മാതൃഭാഷ എന്നാണ്. കാരണം നഗരങ്ങളിൽ ഫ്ലാറ്റുകളിൽ അച്ഛനമ്മമാര് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അവരെ വളർത്താൻ വേണ്ടി നിങ്ങൾ ഏൽപ്പിക്കുന്ന കുട്ടിയെ വളർത്താൻ വേണ്ടി നിങ്ങൾ ഏൽപ്പിക്കുന്ന ആയമാർ മലയാളം പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പോൾ അമ്മയുടെ ഭാഷയാണോ ആയമാരുടെ ഭാഷയാണോ മലയാളം? ഇത് നേരത്തെ കൂട്ടി കണ്ട ആളാണ് ദാന്തെ. കേരളം എന്ന് പറയുന്ന ഒരു ജനതയുണ്ടാവുമെന്നും ഇത്രയും മാതൃഭാഷാ വിരോധം, മുജ്ജന്മ വിരോധം ഭാഷയോടുള്ള ഒരു ജനത ലോകത്തിൽ ഉണ്ടാവുകയില്ല എന്നും
അവരെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ ഭാഷ നിർവചിക്കണമെന്നും ദാന്തേക്ക് അറിയായിരുന്നു. അന്ന് തന്നെ ക്രാന്തദർശിയായ, അല്ലേ, ഇങ്ങനെയല്ലേ പറയാം, കവികൾ ക്രാന്തദർശികളാണെന്നല്ലേ പറയാം. അങ്ങനെ മനസ്സിലാക്കി. അതുകൊണ്ട് അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം അതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട്. കാരണം രക്തത്തിലൂടെ ജനിതകമായി ക്രോമോസോമിലൂടെ DNA വരുന്നതല്ല മാതൃഭാഷ, പകരം സാമൂഹ്യ ബന്ധമായിട്ട് വരുന്ന ഒന്നാണ്. ഇങ്ങനെ നിർവചിക്കുമ്പോഴുള്ള ഗുണം എന്താ, അല്ലെങ്കിൽ അതിൻ്റെ മേന്മ എന്താ? മേന്മ മാതൃഭാഷാ സ്നേഹം ഇതര സമൂഹങ്ങൾക്കോ ഇതര ഭാഷകൾക്കോ ഇതര നാടുകളിൽ നിന്ന് വരുന്ന ജനതകൾക്കോ എതിരെയുള്ള സമരമായി മാറാതിരിക്കും എന്നുള്ളതാണ്. അതാണ് പ്രധാനം. ഒരു ബംഗാളി ഇവിടെ വരുമ്പോൾ, ഇല്ല ലോകത്തിൽ എവിടുന്ന് ഒരു വെള്ളക്കാരൻ പോലും ഇവിടെ വന്നാൽ അയാൾ നമ്മുടെ ഭാഷ പഠിക്കുകയും നമ്മുടെ ആളുകളോട് സംസാരിക്കാൻ തയ്യാറാവുകയും ചെയ്യുമെങ്കിൽ അവർ നമുക്ക് അന്യരല്ല എന്നർത്ഥം. നമ്മളൊരു നാട്ടിൽ ജോലിക്ക് പോയാൽ അവരെയാണ് നമ്മൾ സേവിക്കാൻ ഇഷ്ടപ്പെടുന്നതെങ്കിൽ അവരുടെ ഭാഷ പഠിച്ചെടുക്കണം ആദ്യം. അതാണ് പ്രധാനം. ഇതാണ് ദാന്തേ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് മാതൃഭാഷ എന്ന് പറഞ്ഞാൽ ആയമാർ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. കാരണം സാമൂഹ്യമാണ്, ജനിതകമല്ല. കാരണം ചിലയിടങ്ങളിലെങ്കിലും നിങ്ങൾക്കറിയാലോ, ചിലയിടങ്ങളിലെങ്കിലും മാതൃഭാഷാ സ്നേഹം ഇതര സംസ്ഥാനങ്ങൾക്കെതിരെയുള്ള സമരമായിട്ട് മാറിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ വന്നു, തമിഴ്നാട്ടിൽ വന്നു. നമ്മൾ ഇങ്ങനെ നിർവചിക്കുന്നതോടുകൂടി നമ്മളല്ല, ദാന്തേ നിർവചിച്ച മട്ടിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ എല്ലാ ഭാഷകളെയും സ്നേഹിക്കാൻ കഴിയുന്ന ആളുകളായിട്ട് നമ്മൾ മാറും. ഞാൻ പറയാം, എനിക്ക് മലയാളത്തോട് വിശേഷിച്ചൊരു മമതയില്ല ഇവിടെ. കാരണം ഇത് അടിച്ചമർത്തപ്പെട്ടൊരു ഭാഷയായതുകൊണ്ടുള്ള മമതയാണ്. ഇപ്പോൾ ഒരു സവർണ അവർണ തർക്കം വരുമ്പോൾ, അല്ലെങ്കിൽ പുരുഷ സ്ത്രീ രാഷ്ട്രീയത്തിന്റെ തർക്കം വരുമ്പോൾ ഞാൻ സ്ത്രീയോടൊപ്പം നിൽക്കുന്നത് ഞാൻ സ്ത്രീ ആയതുകൊണ്ടല്ലല്ലോ. കാരണം സ്ത്രീയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് മാത്രമേ ജനാധിപത്യത്തെക്കുറിച്ച് പറയാൻ കഴിയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് കേരളത്തിൽ നമ്മുടെ മാധ്യമം, നമ്മുടെ ഭരണഭാഷ, നമ്മുടെ കോടതി ഭാഷ ഉൾപ്പെടെ ഇംഗ്ലീഷ് ആകുമ്പോൾ തീർച്ചയായിട്ടും മലയാളത്തോടൊപ്പം നിന്നുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ജനാധിപത്യത്തെക്കുറിച്ച് പറയാൻ കഴിയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ മലയാളത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നത്. അല്ലാതെ എനിക്ക് എല്ലാ ഭാഷകളും തുല്യമാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ആ നിലയിൽ നമ്മൾ ഭാഷയെ കാണാൻ വേണ്ടിയാണ് ദാന്തേ നമ്മളെ പഠിപ്പിച്ചത്. മറ്റൊരു കാര്യം കൂടി ദാന്തേ ചോദിച്ചു, ഏതാണ് ദേവഭാഷ? അദ്ദേഹം ചോദിച്ച ചോദ്യമാണ്. നമുക്കറിയാലോ, ദേവഭാഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സംസ്കൃതവും യൂറോപ്പിൽ ലത്തീനും ആയിരുന്നു ദേവഭാഷ, അല്ലേ? അങ്ങനെയാണ് ബൈബിൾ പ്രചരിപ്പിച്ചിരുന്ന ഭാഷയാണ് ഹീബ്രു. ക്രിസ്തുവിന്റെ ഭാഷ അല്ലെങ്കിലും ബൈബിൾ പ്രചരിച്ച ഭാഷ അതായിരുന്നു. അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം, ദേവഭാഷ എന്താണെന്ന് പറഞ്ഞ അർത്ഥം ദൈവത്തെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയം കൊണ്ടാണോ കാണുന്നത്, നിങ്ങളുടെ ബുദ്ധി കൊണ്ടാണോ കാണുന്നത്? ബുദ്ധി കൊണ്ടാണ് കാണുന്നതെങ്കിൽ ലത്തീൻ ദേവഭാഷയാവാം. കാരണം ഒരു പണ്ഡിതൻ നിങ്ങളെ വളരെ ബുദ്ധിമുട്ടി പഠിപ്പിക്കുന്ന ഒരു ഭാഷയിൽ അർത്ഥമറിയാതെ അതിന് വികാരങ്ങൾ ഉൾക്കൊള്ളാതെ നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ച് പറയാം. ഓ മൈ ഗോഡ് എന്ന് പറയാം, എൻ്റെ പടച്ചോനെന്നും പറയാം, അല്ലേ? രണ്ട് പറച്ചിലാണ്. അപ്പൊ അതുകൊണ്ട് ഹൃദയം തുറന്നുള്ള നിങ്ങളുടെ പറച്ചിലൂടെയാണ് നിങ്ങൾ ദൈവവുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നതെങ്കിൽ മാതൃഭാഷയാണ് ദേവഭാഷ. വലിയ അട്ടിമറിയാണ്. മാതൃഭാഷയാണ് ദേവഭാഷ എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ രണ്ട് പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളാണ് പിന്നീട് നവോത്ഥാനം എന്ന് പറയുന്ന യൂറോപ്യൻ ആശയധാരയെ മുഴുവൻ മുന്നോട്ട് കൊണ്ടുപോയത്. അതുകൊണ്ട് എന്തുണ്ടായി? നവോത്ഥാനത്തിൽ ലത്തീനു പകരം യൂറോപ്യൻ ഭാഷകൾ സാഹിത്യ ഭാഷകളായി. നമുക്കറിയാലോ, അത് ഇംഗ്ലണ്ടിൽ ജെഫ്രി ചോസർ ആണെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ അവരവരുടെ രീതിയിൽ. അങ്ങനെ നവോത്ഥാനം എന്ന് പറയുന്ന സാഹിതീയ അനുഭവം ലത്തീനു പകരം അവിടുത്തെ ഭാഷകളായി. ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ ഭക്തിപ്രസ്ഥാന കാലഘട്ടത്തിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. ഭക്തിപ്രസ്ഥാന കാലഘട്ടത്തിൽ സംസ്കൃതത്തിന് പകരം, സംസ്കൃതക്കാരും തള്ളിക്കളഞ്ഞിട്ടില്ല, പക്ഷേ സംസ്കൃതത്തിന് പകരം അല്ലെങ്കിൽ സംസ്കൃതത്തോടൊപ്പം ഏറ്റവും അവസാനത്തെ ആളുകൾക്ക് ഉച്ചരിക്കാൻ കഴിയുന്ന, എഴുത്തച്ഛൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഋതുവായ പെണ്ണിനും ഇരപ്പനും ഉച്ചരിക്കാൻ കഴിയുന്ന ഭാഷയിൽ കൂടി ദൈവത്തെ കാണാം എന്ന് പറയുന്നതിനെയാണ് ഭക്തിപ്രസ്ഥാനം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയിലെ ഭക്തിപ്രസ്ഥാനം അവർണന്റെ പ്രസ്ഥാനമായിരുന്നു, ദളിതരുടെ പ്രസ്ഥാനമായിരുന്നു, സ്ത്രീകളുടെ പ്രസ്ഥാനമായിരുന്നു, അതൊരു മതേതര പ്രസ്ഥാനമായിരുന്നു. ഇപ്പൊ ദക്ഷിണേന്ത്യൻ ശൈവ സിദ്ധാന്തത്തിന്റെ കവികളിൽ, ഭക്തിപ്രസ്ഥാന കവികളിൽ ഒരാളുടെ പേര് പീർ മുഹമ്മദ് എന്നാണ്. ആലോചിക്കണം, നമ്മൾ ഇന്നീ കാണുന്ന വർഗീയതയൊന്നും അന്നില്ല. ഒരേ സമയത്ത് അള്ളാവിനെയും രാമനെയും ഒന്നിച്ചുച്ചരിക്കാൻ കഴിയുന്ന ആളായിരുന്നു കബീർ. നമുക്കറിയാലോ, ആ കബീറിന്റെ ശരീരം വിട്ടുകിട്ടാൻ വേണ്ടി അന്നും ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. അന്നും ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ തർക്കമുണ്ടായി. ഇദ്ദേഹം ഞങ്ങളുടെ ആളാണ് എന്നുള്ള തർക്കമുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന്റെ ശവപ്പെട്ടിയിൽ അദ്ദേഹത്തെ അടക്കി ചെന്നിട്ട് ഇവർ തർക്കം പരിഹരിക്കാൻ വേണ്ടി അത് മുറിച്ചെടുക്കാനുള്ള താല്പര്യമാണ്. കാരണം രണ്ടാക്കി വെട്ടിക്കലാണല്ലോ നമ്മൾ ഇന്നത്തെ ആധുനിക യുക്തി. അതിനുവേണ്ടി അവർ ആ ശവപ്പെട്ടി തുറന്നപ്പോൾ കബീറിന്റെ ശരീരം മുഴുവൻ പൂക്കളായി മാറി എന്നാണ് ഐതിഹ്യം. അതാണ് കവിയുടെ ശരീരത്തിന് സമൂഹത്തിന് കൊടുക്കാൻ കഴിയുന്നത്. അത് ആ പൂക്കൾ മുഴുവൻ വാരിക്കൊണ്ടുപോയി, സ്നേഹചിഹ്നമായ ആ പൂക്കൾ മുഴുവൻ ഹിന്ദുക്കളും മുസ്ലിങ്ങളും വാരിക്കൊണ്ടുപോയി. ഇതാ ഭക്തി പ്രസ്ഥാനം. ഇതിന്റെ തുടർച്ചയിൽ നിൽക്കുന്ന ഒരാളെയാണ് നമ്മൾ മഹാത്മാഗാന്ധി എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈശ്വരൻ അല്ലാഹ് എന്ന് ഒന്നിച്ച് വിളിക്കാൻ കഴിഞ്ഞത്. ഞാൻ പറഞ്ഞത്, നമ്മുടെ ഭക്തി പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭാഷകളുടെ
യൂറോപ്പിൽ എങ്ങനെയാണോ നവോത്ഥാനം ഉണ്ടായിരുന്നത് അതേപോലെ ഇന്ത്യൻ ഭാഷകളുടെ നവോത്ഥാനത്തിന്റെ ഘട്ടമായിരുന്നു. ഏത് മനുഷ്യർക്കും അവരുടെ വികാര വിചാരങ്ങൾ, ദൈവവുമായുള്ള ബന്ധം മാതൃഭാഷയിലൂടെ പറയാൻ കഴിയുന്ന ഘട്ടമാണ്. യൂറോപ്പിൽ ഇതിന് മതനവീകരണം എന്നും കൂടെ ഒരു വാക്കുണ്ട്. നവോത്ഥാനം കഴിഞ്ഞാൽ അടുത്ത ഘട്ടം അതെന്താ ഉണ്ടായത്? ലത്തീനിൽ മാത്രം വായിച്ചിരുന്ന ബൈബിളിനെ നാട്ടുഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാൻ തുടങ്ങുന്നു. അപ്പൊ എന്താ ഉണ്ടാകുന്നത്? പുരോഹിതന്റെ വ്യാഖ്യാനങ്ങളില്ലാതെ, പുരോഹിതന്റെ ഇടനിലയില്ലാതെ നേരിട്ട് തന്നെ നാട്ടുകാർക്ക് ബൈബിൾ വായിക്കാൻ കഴിഞ്ഞു. അതോടുകൂടിയാണ്, ആ മതനവീകരണത്തോടു കൂടിയാണ് ലുഥേറിയൻ പ്രസ്ഥാനം ഉണ്ടാകുന്നത്, പ്രൊട്ടസ്റ്റന്റ് പ്രസ്ഥാനം ഉണ്ടാകുന്നത്. നമുക്കറിയാലോ. നോക്കൂ, ഒരു ഭാഷ മാറുന്നതോടുകൂടി സംസ്കാരം മുഴുവൻ മാറുകയും അതിന്റെ അധീശത്വം മുഴുവൻ സാധാരണക്കാരിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ കോൺഗ്രസിൽ വന്ന മാറ്റം പോലെ തന്നെയുള്ള മാറ്റമാണ് കണ്ടത്. അപ്പൊ ഈ രണ്ട് ഘട്ടങ്ങളും നമ്മുടെ യൂറോപ്യൻ സമൂഹങ്ങൾ കടന്നു. മാത്രമല്ല, നമ്മൾ ഇന്ന് വളരെ ആശങ്കപ്പെടുന്ന ഒരു കാര്യമാണല്ലോ, നമ്മുടെ നാട്ടിൽ വർഗീയത വളരുമോ എന്നുള്ളൊരു വലിയൊരു ആശങ്കയുണ്ട്. ഈ ആശങ്ക ഇതിനേക്കാളേറെ ഉണ്ടായിരുന്നു യൂറോപ്പിൽ. ഇവിടെ കൊല്ലപ്പെട്ടതിനേക്കാൾ അന്നത്തെ ജനസംഖ്യയുടെ കണക്കെടുത്താൽ കൂടുതൽ ആളുകൾ യൂറോപ്പിൽ മതത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് കുരിശ് യുദ്ധം. എല്ലാവർക്കും അറിയാം, യൂറോപ്യൻ ചരിത്രം അറിയുന്ന ആളുകൾക്കറിയാം. കുരിശ് യുദ്ധം, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിലുള്ള യുദ്ധം, ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. അത് കഴിഞ്ഞ് പ്രൊട്ടസ്റ്റന്റുകളും കത്തോലിക്കരും തമ്മിലുള്ള യുദ്ധം, എത്രയോ ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇല്ലാതായി. ഇതിനെ എങ്ങനെയാണ് യൂറോപ്പ് പരിഹരിച്ചത്? ഇപ്പൊ യൂറോപ്പിൽ വർഗീയത ഇല്ലല്ലോ, മറ്റു പലതുണ്ട്, വർഗീയത ഇല്ല. എങ്ങനെയാണ് അവർ പരിഹരിച്ചത്? ഞങ്ങൾ മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും ഞങ്ങൾ ഒരു പൊതുഭാഷയാൽ ഇണക്കപ്പെട്ട ഒരു ജനവിഭാഗമാണ് എന്നൊരു ഭാഷാ ദേശീയ ബോധം ഉയർന്നപ്പോഴാണ് മതബോധം രണ്ടാമത്തെ ഘട്ടത്തിലേക്ക്. മതബോധം അവർ ഒഴിവാക്കിയില്ല, പക്ഷേ മതബോധത്തെക്കാളും വലുതാണ് ജനതയെ കൂട്ടിയിണക്കുന്ന ഭാഷാബോധം എന്നുള്ള കാര്യം വന്നപ്പോൾ ഞങ്ങൾ ക്രിസ്ത്യാനികൾ, ഞങ്ങൾ മുസ്ലിങ്ങൾ എന്നതിന് പകരം ഞങ്ങൾ ഇംഗ്ലീഷുകാർ, ഞങ്ങൾ ഫ്രഞ്ചുകാർ, ഞങ്ങൾ ലത്തീൻകാർ, ഞങ്ങൾ ഇറ്റാലിയൻകാർ എന്നുള്ള മട്ടിലുള്ള ഭാഷാബോധം വന്നപ്പോഴാണ് വിശുദ്ധ റോമാ സാമ്രാജ്യത്തിന് പകരം ഇംഗ്ലീഷ് ഭാഷാദേശീയത, ഫ്രഞ്ച് ഭാഷാദേശീയത ഇങ്ങനെ രൂപപ്പെട്ടത്. ഇത് തന്നെയാണ് ഇന്ത്യയിലുണ്ടായിരുന്നത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം വളരുമ്പോൾ, നിങ്ങൾക്കറിയാലോ, ആ ദേശീയ പ്രസ്ഥാനം വളരുമ്പോൾ അതിൻ്റെ അകത്ത് രണ്ട് ആശയധാരകൾ ഉണ്ടായിരുന്നു. അത് നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയായിട്ടും കൂടി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. 1835 മെക്കാളയുടെ നോട്ട് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത്. അവർ ഇംഗ്ലീഷിൽ ആണ് പഠിക്കേണ്ടത്, ഇംഗ്ലീഷ് മാധ്യമത്തിലാണ് പഠിക്കേണ്ടതെന്ന് പറയുകയും, എന്താണ് പഠിക്കുന്നതിൻ്റെ ഉദ്ദേശ്യം ശരീരം കൊണ്ട് കറുപ്പാണെങ്കിലും മനസ്സുകൊണ്ട് വെള്ളക്കാരാക്കി നമ്മളെ മാറ്റലായിരുന്നു ഉദ്ദേശം. മാനസിക അടിമത്തമായിരുന്നു ഉദ്ദേശ്യം. സ്വന്തം ജനതയ്ക്ക് ഒറ്റിക്കൊടുക്കാൻ കഴിയുന്ന ആളുകളെ സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു മെക്കാളെ നോട്ടിൻ്റെ ഉദ്ദേശ്യം. നമ്മൾ ഇന്ന് അതിൻ്റെ തുടർച്ചയായി ഇന്ന് കാണുന്നത്. നിങ്ങളൊരു വിദ്യാർത്ഥിയെ ആ നാട്ടുകാരുടെ വേഷം മുഴുവൻ ഒഴിവാക്കിയിട്ട് വെള്ളക്കാരൻ്റെ വേഷം ഉടുപ്പിച്ചിട്ട് സ്കൂളിലേക്കും ഇതേ പണിയാണ് ചെയ്യുന്നത്. നാട്ടുകാരെ ഒറ്റിക്കൊടുക്കാൻ കഴിയുന്ന, നാട്ടുകാരെ ശത്രുക്കളാക്കാൻ കഴിയുന്ന, നാട്ടുകാർ രണ്ടാംകിട മനുഷ്യരാണ് എന്ന് 1ാം ക്ലാസ്സിൽ തന്നെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ വളരെ അഭിമാനപൂർവ്വം കുട്ടിയെ അങ്ങോട്ട് അയക്കുന്നത്. മലയാളവും പഠിപ്പിക്കുന്നില്ല. എന്തിനാ കാര്യം? മലയാളം പ്രയോജനമില്ലാത്ത ഭാഷയാണ്. നല്ല കാര്യം. അങ്ങനെ പഠിപ്പിച്ച് നിങ്ങളുടെ കുട്ടി വളർന്ന് നല്ല ജോലി കിട്ടി 10-25 വയസ്സ് കഴിഞ്ഞ് അയാൾ നല്ല ജോലിയുമായിട്ട് ഉദ്യോഗം ഭരിച്ച്, പാട്ടിൽ പറഞ്ഞ പോലെ ഉദ്യോഗം ഭരിച്ച് വീട്ടിലെത്തുമ്പോൾ പ്രയോജനമില്ലാത്ത 2 വസ്തുക്കളെ അയാൾ വീട്ടിൽ കാണും. അതിൻ്റെ പേര് അച്ഛൻ, അമ്മ എന്നുള്ളതാണ്. ഈ വസ്തുക്കളെ എടുത്ത് വൃദ്ധസദനത്തിൽ കൊണ്ടുപോകുമ്പോഴാണ് നിങ്ങൾ അയാൾക്ക് കൊടുത്ത വിദ്യാഭ്യാസം പൂർണ്ണമാകുന്നത്. അഭിമാനിക്കാം നിങ്ങൾക്ക് അപ്പോഴും, അല്ലേ? അനാഥരായെങ്കിലും ഞാൻ വിചാരിച്ചെടുത്ത് കുട്ടി എത്തിയല്ലോ എന്ന് അഭിമാനിക്കാം. ഇതായിരുന്നു മെക്കാളയുടെ ഉദ്ദേശ്യം. സ്വാതന്ത്ര്യം കിട്ടിയാലും രക്ഷപ്പെടരുത് എന്ന ഉദ്ദേശ്യം. ഏതെങ്കിലും ഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്ന്, ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യ മോചനം നേടിയാലും തങ്ങളെ പിന്തുടരുന്ന ഒരു ജനവിഭാഗം ഉണ്ടാകണം. വെള്ളക്കാരായി ജനിക്കാതെ പോയതിൽ അപമാനം തോന്നുന്ന, ഇന്ത്യക്കാരനായി ജനിച്ചതിൽ അപമാനം തോന്നുന്ന, ഇന്ത്യയിലെ രക്ഷാകർത്താക്കൾക്ക്, മാതാപിതാക്കൾക്ക് ജനിച്ചതിൽ അപമാനം തോന്നുന്ന, വെള്ളക്കാരായി ജനിക്കാത്തതിൽ അപമാനം തോന്നി. അതുകൊണ്ട് എന്താ ചെയ്യാൻ കഴിയുക? വെള്ളക്കാരൻ്റെ വേഷമണിയുക. ഇതാണ് ഫ്രാൻസ് ഫാനൻ എന്ന് പറയുന്ന ആഫ്രിക്കൻ സ്വാതന്ത്ര്യ സമര സേനാനി അതിനെപ്പറ്റി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ പുസ്തകത്തിൻ്റെ പേര് ബ്ലാക്ക് സ്കിൻ വൈറ്റ് മാസ്ക് എന്നാണ്. കറുത്ത തൊലി, വെളുത്ത മുഖംമൂടി. നിങ്ങൾ വിദ്യാലയത്തിലേക്ക് കടക്കുന്നതോടുകൂടി ഒരു വെളുത്ത മുഖംമൂടി നിങ്ങൾക്ക് ചുറ്റും വരുന്നു. നമ്മൾ എത്രയും കൂടുതൽ വെളുപ്പിക്കാനാണ് നോക്കുന്നത്. മുഖം മാത്രമല്ല, മനസ്സും വെളുപ്പിക്കാനാണ് നോക്കുന്നത്. ഇപ്പം എല്ലാം വെളുത്തുകൊണ്ടിരിക്കുന്നു, എല്ലാം നാട് മുഴുവൻ വെളുത്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞത്, ഇത് അന്ന് തുടങ്ങിയ ഒരു ആശയാവലിയാണ്. അതായത് ദേശീയ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇംഗ്ലീഷിൽ കൂടെയാണോ മോചനം, അതോ ഇന്ത്യൻ ഭാഷകളിലൂടെയാണോ മോചനം? മറ്റൊരു വാദം ഉണ്ടായിരുന്നു,
ഓറിയന്റലിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗം സംസ്കൃതത്തിലോ അല്ലെങ്കിൽ പേർഷ്യനിലോ ആയിരിക്കണം പഴയ ഭാഷ, അതാണല്ലോ എന്ന് വാദിച്ചിരുന്നു. പക്ഷെ അതിനെ മറികടന്നുകൊണ്ട് ഒരു വിഭാഗം വിദ്യാഭ്യാസം മാത്രമല്ല നമ്മുടെ സാമൂഹ്യമായ വിനിമയം മുഴുവൻ ഇന്ത്യൻ ഭാഷകളിലായിരിക്കണം എന്ന് കരുതിയിരുന്നു. ഇത് ഇന്ത്യക്കാർ മാത്രമല്ല, ജെയിംസ് മിൽ, ചരിത്ര വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അറിയാലോ, ജോൺ സ്റ്റുവർട്ട് മില്ലിന്റെ ഫെമിനിസ്റ്റൊക്കെ ആയ ജോൺ സ്റ്റുവർട്ട് മില്ലിന്റെ പിതാവ് ജെയിംസ് മില്ല്, അദ്ദേഹം അവിടെ ഇരുന്നിട്ട് ഇംഗ്ലണ്ടിലിരുന്ന് പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ ഇന്ത്യൻ ചരിത്രം എഴുതിയ ആളാണ്, ഇന്ത്യൻ ഹിസ്റ്ററി എഴുതിയ ആളാണ്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ യൂറോപ്യൻ സാഹിത്യമൊക്കെ പഠിപ്പിച്ചോളൂ, യൂറോപ്യൻ ചരിത്രവും ഇന്ത്യക്കാരെ പഠിപ്പിച്ചോളൂ, പക്ഷെ അത് അവരുടെ മനസ്സിൽ തട്ടണമെങ്കിൽ മാതൃഭാഷയെ പഠിപ്പിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. അതാണ് അദ്ദേഹത്തിന്റെ ആ കാഴ്ചപ്പാടാണ് കുറച്ചുകൂടി കൊളോണിയൽ കാഴ്ചപ്പാടിൽ കൂടെ നോക്കിയാൽ പോലും ഫലപ്രദം. കാരണം എന്താണ് നിങ്ങൾ പഠിക്കുന്നതെന്ന് മനസ്സിലാവുമല്ലോ. ഇതിനെ മറികടന്നുകൊണ്ടാണ് നാട്ടുഭാഷയിൽ പഠിപ്പിക്കണം എന്നൊരാശയം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ വന്നത്. നിങ്ങൾ പലപ്പോഴും കൊളോണിയലിസവും നമ്മുടെ മിഷണറിമാരുടെ രാഷ്ട്രീയവും ഒന്നാണ് തെറ്റിദ്ധരിക്കരുത്. ഈ കൊല്ലം ജില്ലയിൽ കൊല്ലം കച്ചേരിയിൽ ഞാൻ പറയും, അവിടെ നിങ്ങൾ ഉയർത്തേണ്ട, നമ്മൾ ഉയർത്തേണ്ട ഒരു പ്രതിഭയുണ്ട്. ആ പ്രതിഭ അത് തമിഴ്നാട്ടുകാരാണെങ്കിൽ നേരത്തെ ഉയർത്തിയിരിക്കും. ആ പ്രതിഭ ഉയർത്തേണ്ടത് റവറൻഡ് ജോർജ് മാത്തൻ എന്ന് പറയുന്ന നാട്ടുപാതിരിയുടെ പേരിലാണ്. എന്താ അദ്ദേഹത്തിന്റെ പ്രാധാന്യം? അദ്ദേഹം 1867 കൊല്ലം കച്ചേരിയിൽ ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗം ആണ് ഇന്ന് ഞങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ തന്നെയാണ് ഈ സമരത്തിനൊക്കെ ശേഷം ഇതൊക്കെയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്, വെറുതെ യൂറോപ്യൻ സിദ്ധാന്തങ്ങളല്ല, അത് പഠിപ്പിക്കുന്നുണ്ട്. അതിനോടൊപ്പം ഇതൊക്കെയാണ് പഠിപ്പിക്കേണ്ടതെന്ന് ആദ്യം തിരിച്ചറിയുക. അങ്ങനെയാണ് ആ സിലബസിൽ ഇതൊക്കെ വരുന്നത്. അദ്ദേഹം പറഞ്ഞ മാതൃഭാഷാ വിദ്യാഭ്യാസം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ബാലാഭ്യസനം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രബന്ധത്തിൽ അദ്ദേഹമാണ് വിദ്യാർത്ഥികളെ, കുട്ടികളെ പഠിപ്പിക്കേണ്ടത് മാതൃഭാഷാ മാധ്യമത്തിലാണ് എന്ന് പറഞ്ഞത്. ഭരണഭാഷ മാതൃഭാഷയായിരിക്കണം, കോടതി ഭാഷ മാതൃഭാഷയായിരിക്കണം എന്നുള്ള ചരിത്ര പ്രസിദ്ധമായ പ്രസംഗം കൊല്ലം കച്ചേരിയിൽ നടത്തിയത് റവറൻഡ് ജോർജ് മാത്തനാണ്. മിഷണറിമാർ കഴിഞ്ഞാൽ പാതിരിയായ, ഇവിടെ തന്നെ ജനിച്ച ആദ്യത്തെ പാതിരി കൂടിയാണ് അദ്ദേഹം എന്ന് ആലോചിക്കണം. അങ്ങനെയുള്ള ഒരാൾ ആദ്യമായിട്ട് നമ്മുടെ ഭാഷാ പ്രവർത്തനത്തിൽ മലയാളമയുടെ വ്യാകരണം എന്ന് പറയുന്ന കൃതി എഴുതിയ ആളാണ്. നമ്മൾ പലപ്പോഴും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ പണ്ഡിതരുടെയും വ്യാകരണത്തിന്റെ ആളുകളുടെയും ഒക്കെ പുസ്തകങ്ങൾ വായിക്കും, പഠിപ്പിക്കും. ഇവരാരാണെന്ന് പറയില്ല, അവർ നടത്തിയ സമരങ്ങളെ കുറിച്ച് പറയില്ല. ഇപ്പോൾ കേരള പാണിനി അല്ലേ, കേരള പാണിനി എന്ന് കേൾക്കുമ്പോൾ തന്നെ മിക്കവാറും ഭയപ്പെടും മലയാളം BA MA വിദ്യാർത്ഥികൾ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. MA ക്ലാസ്സിൽ, ഞാൻ ഭരണം കോളേജിൽ പഠിക്കുന്ന സമയത്ത് MA ക്ലാസ്സിൽ എന്നെ വ്യാകരണം പഠിപ്പിക്കുന്ന, മലയാള വ്യാകരണം കേരള പാണിനിയെ പഠിപ്പിക്കുന്ന അധ്യാപകൻ ഒരു കാര്യം പറഞ്ഞു. കേരള പാണ്ഡ്യത്തെക്കാളും ബൃഹത്തായ ഒരു വ്യാകരണ ഗ്രന്ഥം രചിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിനിടയിലാണ് AR രാജരാജവർമ്മ അന്തരിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഹാവു എന്നാണ് പറഞ്ഞത്. ആലോചിച്ചു നോക്കി, ഇപ്പൊ തന്നെ കൊണ്ടുവരാൻ കഴിയുന്നില്ല. ഇതിനേക്കാൾ ബൃഹത്തായ ഒരു വ്യാകരണ ഗ്രന്ഥം എഴുതിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സ്ഥിതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വ്യാകരണമൊക്കെ പഠിപ്പിക്കുന്നത്, ഇങ്ങനെയാണ് നമ്മൾ വ്യാകരണ പണ്ഡിതരെ പഠിപ്പിക്കുന്നത്. അവര് ഭാഷാ സ്വാതന്ത്ര്യ സമര സേനാനികളാണ് എന്ന മട്ടിൽ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ കഴിയണം. അങ്ങനെ പഠിപ്പിക്കാൻ കഴിയണം, അങ്ങനെ സിലബസ് മാറ്റി എഴുതാൻ കഴിയണം. നമ്മൾ ഈ കാണുന്ന പോലെ പ്രൊമോഷന് വേണ്ടി പേപ്പർ എഴുതിയ ആളുകളൊന്നും അല്ല അവർ ജനസമൂഹത്തിന് വേണ്ടി, ഭാഷയ്ക്ക് വേണ്ടി സമരം ചെയ്ത ആളുകളാണ്. ജോർജ് മാത്തൻ, ഞാൻ അതിലേക്ക് രാജരാജവർമ്മയിലേക്ക് ഞാൻ വരാം. ജോർജ് മാത്തൻ അദ്ദേഹം എന്താ പറഞ്ഞത്? എന്താണ് മാതൃഭാഷയും ഇതര ഭാഷയും തമ്മിലുള്ള വ്യത്യാസം? അദ്ദേഹം പറഞ്ഞു, ഭാഷയ്ക്ക് 2 തരം അർത്ഥങ്ങളുണ്ട്. ഒന്ന് പദാർത്ഥം, മറ്റത് ഭാവാർത്ഥം. എന്ന് വെച്ചാൽ നിങ്ങൾ മമ്മി എന്ന് വിളിച്ചാലും അമ്മ എന്ന് വിളിച്ചാലും, അമ്മ എന്ന് പറയുന്ന ശരീരം അത് തന്നെ, ആ ശരീരം തന്നെ. പക്ഷേ അമ്മ എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അധിക ഭാവമുണ്ടല്ലോ, സ്നേഹഭാവം, അത് മാതൃഭാഷയിൽ തെളിയുകയുള്ളൂ. ഇതാ അദ്ദേഹം പറഞ്ഞത്. ഇതാണ് ഭാവാർത്ഥം. ഞാനതിന് ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു യുവാവ് ഒരു പരിക്ക് പറ്റിയ ആശുപത്രി കിടക്കുന്നു. അയാളെ പരിചരിക്കാൻ വേണ്ടി ഒരു യുവതിയായ ഒരു നഴ്സ് വരുന്നു. അവനെ കൊണ്ട് അവളെ ഒരു വിളിപ്പിക്കുന്നുണ്ട്, സിസ്റ്റർ എന്നാണ് വിളിപ്പിക്കുന്നത്. എന്തിനാണ് വിളിപ്പിക്കുന്നത്? ചില ഉദ്ദേശങ്ങളുണ്ട് അല്ലേ? ഇത് നിങ്ങൾ കേവല സ്ത്രീ പുരുഷന്മാരല്ല, സഹോദരന്മാരെ പെരുമാറേണ്ട ആളാണെന്നുള്ള ധാർമ്മിക വിദ്യാഭ്യാസമാണ്. അങ്ങനെയല്ലേ? നമ്മൾ പഴയ യൂഥവിവാഹ കാലഘട്ടത്തിൽ നിന്ന്, അതായത് സഹോദരന്മാർക്ക് മുഴുവൻ ഒറ്റ ഭാര്യ, പാഞ്ചാലി വിവാഹത്തിൽ നിന്ന് ആധുനിക വിവാഹത്തിലേക്ക് കടന്നപ്പോൾ സഹോദരന്മാർ തമ്മിലുണ്ടാവേണ്ട ധാർമ്മിക ബന്ധം എന്താണ് എന്ന് ബോധ്യപ്പെടുത്താനാണ് പിന്നീട് ഏട്ടന്റെ ഭാര്യയെ ഏട്ടത്തി അമ്മ എന്ന് നമ്മൾ വിളിപ്പിച്ചത്. കാരണം അമ്മയാണ് അതെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെയൊക്കെയാണ് ഭാഷയിലെ കരുതലുകൾ, ഭാഷയിലെ ധാർമ്മികത. പക്ഷെ ഈ ധാർമ്മികത ബോധ്യപ്പെടുന്ന എന്തു വേണം? ഈ ഇരിക്കുന്ന യുവാവിനെ കൊണ്ട്, കിടക്കുന്ന യുവാവിനെ കൊണ്ട് പെങ്ങളെ എന്ന് വിളിപ്പിക്കണം. എങ്കിലേ അനുഭവം ഉണ്ടാവുകയുള്ളൂ, എങ്കിലേ ഭാവപരമായ ഒരു പരിണാമം ഉണ്ടാവുള്ളൂ. സിസ്റ്റർ എന്ന് പറഞ്ഞാൽ രൂപം മനസ്സിലായി, വെള്ള രൂപം, കുഴപ്പമില്ല. പക്ഷേ
സ്വന്തം വീട്ടിലെ പെങ്ങളെപ്പോലെ അവളോട് പെരുമാറി തുടങ്ങണമെങ്കിൽ ആ വാക്ക് തന്നെ ഉപയോഗിക്കണം. ഇതാണ് അദ്ദേഹം പറഞ്ഞ ഭാവാർത്ഥം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നിങ്ങളുടെ പെരുമാറ്റ രീതികൾ ആധുനികവൽക്കരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആന്തരികമായി ഒരു പുതിയ മനുഷ്യനായി തീരണമെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ വാക്കിയതാണ്, വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം സൗശീല്യമാണല്ലോ, നല്ല ശീലം പഠിക്കലാണല്ലോ, എങ്കിൽ മാതൃഭാഷയിലാകണം വിദ്യാഭ്യാസം എന്ന് അദ്ദേഹം പറഞ്ഞത്. ഇതിനേക്കാൾ വലിയ സിദ്ധാന്തമൊന്നും ലോകത്തിലാരും പറഞ്ഞിട്ടില്ല. ഇതിനേക്കാൾ വലിയ സിദ്ധാന്തം അതിന് ഭാവാർത്ഥം. അതിൽ നിന്നാണ് നമ്മൾ പിന്നീട് മറ്റ് സിദ്ധാന്തങ്ങളിലേക്ക് പോകുന്നത്. ഞാൻ പിന്നീട് വരാം. രാജരാജവർമ്മ എന്താ പറഞ്ഞത്? രാജരാജവർമ്മയാണ് ഇംഗ്ലീഷ് പഠിക്കുന്ന ആളുകളോട് ആരും ഇംഗ്ലീഷ് പഠനത്തിനെതിരല്ല കേട്ടോ. ഇംഗ്ലീഷ് ഒരു ഭാഷയെ പഠിക്കണം എന്നുള്ള നിലപാട് ഇനി അക്കാലത്ത് ഉണ്ടായിരുന്നത്. ഇപ്പോഴും നമ്മുടെ നിലപാടൊക്കെ കേരളത്തിൽ ഇന്ന് പഠിപ്പിക്കുന്ന ഇംഗ്ലീഷിൽ ഒരു കണമെങ്കിലും കുറക്കണം എന്ന് ആരും പറയുന്നില്ല. പക്ഷെ മാധ്യമം, പ്രത്യേകിച്ച് സ്കൂൾ തലത്തിൽ മാധ്യമം മാതൃഭാഷയാകണം എന്നും പറ്റുന്നിടത്തോളം ആർക്കും മലയാളത്തിൽ ഏത് വിഷയവും കൈകാര്യം ചെയ്യാൻ കഴിയണം എന്നുമാണ് പറയുന്നതിൻ്റെ ചുരുക്കം. ഇപ്പോൾ കേന്ദ്രത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, എഞ്ചിനീയറിംഗ് പരീക്ഷ മലയാളത്തിൽ എഴുതാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് പറയുമ്പോൾ നമ്മൾ പറയാം വേണ്ട. MBBS പരീക്ഷ വേണ്ട കുട്ടികൾക്ക് മലയാളത്തിൽ എഴുതിക്കോളൂ എന്ന് പറയുമ്പോൾ നമ്മൾ പറയാം വേണ്ട. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതിയത്. കേന്ദ്രത്തിൽ മലയാളം, കേരളത്തിൽ ഇംഗ്ലീഷ്. ഈ എടപ്പള്ളി രാഘവൻപിള്ള ഒരു കവിതയിൽ പറഞ്ഞല്ലോ, കടലിരമ്പൊന്നു കൈത്തോട്ടിലെത്തുവാൻ എന്ന് പറഞ്ഞ പോലെയാണ്. അവിടെയുള്ള ഈ കടൽ കേരളത്തിന്റെ കൈത്തോട്ടിലെത്തിക്കാനാണ് വിഷമം. അവിടെ ഉണ്ട്. ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും മാതൃഭാഷ ഇപ്പം അംഗീകരിച്ചു കഴിഞ്ഞു. ഉന്നത വിദ്യാഭ്യാസം, പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിലൊക്കെ അംഗീകരിച്ചു കഴിഞ്ഞു. ഇവിടെ നമുക്ക് നമ്മുടെ പൊങ്ങച്ചം നഷ്ടപ്പെടും. കാരണം കുട്ടികളെ എന്തിനാണ് നമ്മൾ പഠിപ്പിക്കുന്നത്? സത്യം നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയാൽ എന്തിനാ കുട്ടിയെ സ്കൂളിൽ അയക്കുന്നത്? അടുത്ത വീട്ടുകാരേക്കാളും പൊങ്ങച്ചമുള്ള ആളാണ് നമ്മളെന്ന് തെളിയിക്കാനുള്ള ഒരു ഉപകരണമായിട്ടാണ് നമ്മൾ കുട്ടിയെ കാണുന്നത്. ഇതല്ലാത്ത ആരെങ്കിലും സ്കൂളിലേക്ക് കുട്ടികളെ അയക്കുന്നുണ്ടോ സംശയം. എൻ്റെ കുട്ടികൾ പഠിച്ചത് 2 കുട്ടികളുള്ള 2 പേരും പഠിച്ചത് ഇന്റർനാഷണൽ സ്കൂളിലാണ്. ആ സ്കൂളിൻ്റെ പേര് ഞാൻ പറയും, ഇവിടെ പറഞ്ഞാൽ അങ്ങനെ മനസ്സിലാവുന്ന എനിക്കറിയില്ല. കോട്ടപ്പറമ്പ് മാപ്പിള LP സ്കൂൾ എന്നാണ് അതിൻ്റെ പേര്. എയ്ഡഡ് മലയാളം സ്കൂളാണ്, അത് മലയാള മാധ്യമ സ്കൂളാണ്. ഞാൻ എന്തുകൊണ്ടാണ് അതിന് ഇന്റർനാഷണൽ സ്കൂൾ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ, എൻ്റെ കുട്ടികൾക്ക് ഈ ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച വിദ്യാഭ്യാസം അവിടെയായതുകൊണ്ടാണ്. എൻ്റെ നാടിനെ അറിയുന്ന ആളുകൾ, എൻ്റെ നാട്ടിലെ മനുഷ്യരെ അറിയുന്ന ആളുകൾ, എൻ്റെ നാട്ടിലെ തോടറിയുന്ന ആളുകൾ, എൻ്റെ നാട്ടിലെ കാടറിയുന്ന ആളുകൾ, എൻ്റെ നാട്ടിലെ മീനിനെ അറിയുന്ന ആളുകൾ, എൻ്റെ നാട്ടിലെ പരിസ്ഥിതി അറിയുന്ന ആളുകൾ, എൻ്റെ നാട്ടിലെ ഭാഷാഭേദങ്ങൾ അറിയുന്ന ആളുകൾ, എൻ്റെ നാട്ടിലെ തെരുവിനെ അറിയുന്ന ആളുകൾ എൻ്റെ മക്കളെ പഠിപ്പിച്ചാൽ മാത്രമേ അവർക്ക് അന്തർദേശീയ തലത്തിലേക്ക് ഉയരാൻ കഴിയുന്ന ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ പഠിച്ചെടുത്തതിൻ്റെ പേരാണ് ECG സുദർശൻ. 5 വട്ടമാണ് നോബൽ സമ്മാനത്തിന് പേര് നിർദ്ദേശിക്കപ്പെട്ടത്. മാതൃഭാഷാ വിദ്യാലയത്തിലാണ് പഠിച്ചത്. എത്രയും ആഴത്തിൽ വേരോടുന്ന വൃക്ഷങ്ങൾ മാത്രമേ ആകാശം മുട്ടെ വളരുകയുള്ളൂ. ബാക്കി നിങ്ങൾ ഈ മണ്ണില്ലാത്തൊരു സാധനത്തെ ചെട്ടിയിൽ നട്ടാൽ ആ ചെട്ടിയുടെ ആ പുറന്തോട് തട്ടിപ്പോയാൽ ആ ചെടിയും പോകും. മറ്റതല്ല, വേര് മുഴുവൻ നമ്മുടെ സംസ്കാരത്തിലാണ് ഇറങ്ങി നിൽക്കുന്നത്. 2 വലിയ ആചാര്യന്മാരാണല്ലോ നമ്മുടെ ആധുനിക സമൂഹത്തിലുള്ളത്. ഒന്ന് മഹാത്മാഗാന്ധി, മറ്റൊന്ന് കാൾ മാർക്സ്. 2 പേരും മാതൃഭാഷയുടെ വക്താക്കളാണ്. 1849 സ്വന്തം രാജ്യമായ ജർമ്മനിയിൽ നിന്ന് പുറത്തു കടന്നതിന് ശേഷം അദ്ദേഹം ഒരിക്കലും ജർമ്മനിയിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. അദ്ദേഹം ക്യാപിറ്റൽ ഉൾപ്പെടെയുള്ള കൃതികൾ എഴുതിയത് ബ്രിട്ടീഷ് മ്യൂസിയം ലൈബ്രറിയിൽ ഇരുന്നിട്ടാണ്. അവിടെ പോയിട്ട് ഇത്രയും കാലം അവിടെ ഇരുന്നിട്ടും അദ്ദേഹം ഇംഗ്ലീഷിൽ എഴുതിയില്ല. അദ്ദേഹം എഴുതിയത് ജർമ്മൻ ഭാഷയിലാണ്. നമ്മൾ ഇവിടെ ഇരുന്നിട്ട് മലയാളം ഇല്ലാതാക്കാൻ നോക്കുമ്പോൾ നമ്മുടെ സംസ്കൃതിയിൽ വലിയ സ്വാധീനം ചെലുത്തിയ മാർക്സ് ഇതാ ചെയ്തത്. ഗാന്ധി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷിൽ ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ ശേഷി ഉണ്ടായിരുന്നതാണ് ഗാന്ധി അദ്ദേഹത്തിൻ്റെ മൗലികമായ കൃതികൾ മുഴുവൻ എഴുതിയത് മാതൃഭാഷയിലാണ്. എൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ ഗുജറാത്തി ഭാഷയിലാണ് എഴുതിയത്. കാരണം സത്യമാണ് പറയുന്നത്. സത്യം പറയാൻ മാതൃഭാഷ വേണം. ഓക്സ്ഫോർഡിലൊരു ലൈബ്രറി ഉണ്ട്, പലരും പറഞ്ഞ കാര്യമാണ്. അവിടെ നിങ്ങൾ ലൈബ്രറിയിൽ കയറണമെങ്കിൽ ലൈബ്രറിയിൽ നിന്ന് നിങ്ങൾ പുസ്തകങ്ങളോ മറ്റൊന്നും മോഷ്ടിക്കുകയില്ല. മാഘൃത കസ്യസിദ്ധനം ഒന്നും മോഷ്ടിക്കുകയില്ല എന്നുള്ള ഒരു സാധനം എഴുതി ഒപ്പിട്ട് കൊടുക്കണം. പക്ഷേ അവിടെ അത് ഇംഗ്ലീഷിൽ എഴുതി ഒപ്പിട്ടാൽ പോരാ. നിങ്ങളുടെ മാതൃഭാഷ എന്താണോ അതിലെഴുതി ഒപ്പിടാൻ പറയും. നിങ്ങൾ മലയാളികൾ ചെന്നാൽ നിങ്ങളോട് ചോദിക്കും നിങ്ങളുടെ മാതൃഭാഷ എന്താണ്? മലയാളം. അപ്പോൾ മലയാളത്തിലൊരു രേഖ നിങ്ങളുടെ കയ്യിൽ തരും. ആ ഫോം പൂർത്തീകരിച്ച് അതിൽ മലയാളത്തിൽ വേണം അത് പൂരിപ്പിച്ച് ഒപ്പിടാൻ. കാരണം സത്യം നിങ്ങൾ മാതൃഭാഷയിൽ പറയുന്നു എന്നുള്ള. ഗാന്ധി സത്യാന്വേഷണ പരീക്ഷകൾ 1908 അദ്ദേഹത്തിന്റെ ഹിന്ദു സ്വരാജ് എന്ന് പറയുന്ന കൃതി, അത് ഹിന്ദുക്കൾക്ക് വേണ്ടിയുള്ളതല്ല, ഇന്ത്യയുടെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എഴുതുന്ന ആദ്യത്തെ കൃതി. ആ കൃതിയിൽ അദ്ദേഹം മാതൃഭാഷയെ ഉപയോഗിച്ച്, ഗുജറാത്തി ഉപയോഗിച്ച്, മറ്റു ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യുക ചെയ്ത് മൗലിക ചിന്തകർ മുഴുവൻ മാതൃഭാഷയെ ഉപയോഗിച്ചത്. അതുകൊണ്ട് AR രാജരാജൻ പറഞ്ഞു, നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചോളൂ, പക്ഷേ ആ ഇംഗ്ലീഷിൽ പഠിക്കുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ടെങ്കിൽ അത് മാതൃഭാഷയിൽ മറ്റ് നാട്ടുകാർക്ക് നിങ്ങൾക്ക് വിവർത്തനം ചെയ്ത് കൊടുക്കാൻ കഴിയണം. എങ്കിൽ മാത്രമേ അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ശരീരധാതുക്കളിൽ
നിങ്ങളുടെ അറിവ് ലയിച്ചു ചേരുകയുള്ളൂ എന്ന് പറഞ്ഞത്. വളരെ പ്രധാനപ്പെട്ട വലിയ മനുഷ്യനാണല്ലോ, അത്ര വലിയ വാക്കാ ഉപയോഗിച്ച്. ശരീരധാതുക്കളിൽ ലയിച്ചു ചേരണമെങ്കിൽ മാതൃഭാഷയിൽ. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? നമ്മുടെ മലയാള ഐക്യവേദിൻ്റെ പ്രസിഡന്റായിരുന്ന VP മാർക്കോസ് ഒരു ഉദാഹരണം പറയാം. അദ്ദേഹം ഭാഷാ പണ്ഡിതൻ കൂടിയാണ്. ഞാൻ ടാമറിൻഡ് എന്ന് പറഞ്ഞാൽ മിക്കവാറും ആളുകൾക്ക് എന്താണെന്ന് മനസ്സിലാവും അല്ലേ? കാര്യം മനസ്സിലായല്ലോ എന്താ ടാമറിൻഡ് എന്ന്. നിങ്ങൾക്ക് ഒരു ഭാവഭേദമില്ല. പക്ഷെ ഞാൻ വാളൻ പുളി എന്ന് 10 വട്ടം ആവർത്തിച്ച് പറഞ്ഞാൽ നിങ്ങളുടെ നാവിൽ വെള്ളമൂറും. ഇതാണ് ശരീരധാതുക്കളിൽ ലയിക്കൽ. നിങ്ങൾ അറിവ് തന്നെയാകൽ. മനസ്സിലായല്ലോ? ഞാനെന്ന് പറയുന്ന അറിവാണ്. നാരായണ ഗുരു അങ്ങനെയാണല്ലോ പറയുന്നത് അല്ലേ? ഞാനെന്ന് പറയുന്ന അറിയപ്പെടുമെന്ന് വേറല്ല, അറിവായിടും തിരഞ്ഞിടും നേരം എന്ന് പറയുന്ന ഈ ജ്ഞാനം നിങ്ങൾ തന്നെ ആയി തീരണം എന്നുണ്ടെങ്കിൽ അത് മാതൃഭാഷയിൽ വരണം എന്ന് അദ്ദേഹം പറഞ്ഞത്. രാജരാജവർമ്മയാണ് മലയാള സർവകലാശാലകളെ കൊണ്ട് ആദ്യം ബാധിച്ചാണ്. പിന്നീട് തിരുവിതാംകൂർ സർവകലാശാല അദ്ദേഹത്തിന് മരണശേഷമാണ് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ അതിന്റെ തുടർച്ചയില്ല. സഹോദരൻ അയ്യപ്പൻ, ഇതൊന്നും ആരും പറയില്ല. ഇപ്പോഴും ചില ദളിതവാദികൾ തെറ്റിദ്ധരിക്കുന്നത് നേരെ തിരിച്ചാണ്. ഇംഗ്ലീഷ്, ഇപ്പൊ ഞാൻ പറയാം, ഇംഗ്ലീഷ് പഠനമല്ലേ ഇന്ത്യ അല്ലെങ്കിൽ കേരളത്തെ വിമോചിപ്പിച്ചത്, ഇങ്ങനെ ആരും പറയാറുണ്ടല്ലേ? ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നമ്മൾ വിമോചിപ്പിച്ചു. ശരിയാ. ഏതാ അർത്ഥം? ഇംഗ്ലീഷിൽ പഠിക്കൽ എന്ന് പറഞ്ഞ സാധനമല്ല വിമോചിപ്പിച്ചത്. ഇംഗ്ലണ്ട് പ്രതിനിധീകരിക്കുന്ന യൂറോപ്യൻ എൻലൈറ്റൻമെന്റിന്റെ, യൂറോപ്യൻ പ്രബുദ്ധതയുടെ, ഫ്രഞ്ച് വിപ്ലവം ഉൾപ്പെടെയുള്ള ആധുനിക സംസ്കാരത്തെ നിങ്ങളുടെ മാതൃഭാഷയിൽ പഠിക്കുന്നതിനെയാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എന്ന് വിളിക്കുന്നത്. അതാണ്. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് വേണ്ടി ബാധിച്ച ഒരാളാണ് നാരായണ ഗുരു. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയില്ലല്ലോ. പക്ഷെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ കൂടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മൂല്യങ്ങളല്ലേ വന്നത്. പുണർന്നു പെറുമെല്ലാം ഒരിനമാം ബുദ്ധനും പറഞ്ഞു, നമ്മളൊരു സ്പീഷീസ് ആണെന്ന് ഡാർവിനും പറഞ്ഞു. രണ്ടും നാരായണ ഗുരുവിൽ കൂടെ നമ്മൾ പഠിച്ചു അല്ലേ? ആലിംഗനം ചെയ്ത് ഉണ്ടാകുന്ന സന്തതികൾ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ജാതിയാണ്. നാരായണ ഗുരുവിൽ നമ്മൾ പഠിക്കുന്നു. അപ്പോൾ അയ്യങ്കാളി, മറ്റൊരു നവോത്ഥാന നായകൻ, ഇംഗ്ലീഷ് അറിയില്ലല്ലോ അല്ലേ? VK പറഞ്ഞതുപോലെ ഇംഗ്ലീഷ് അറിയാമെന്നൊരു അസ്വാധീനമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല VK പറയും. അയാൾക്ക് ബാക്കിയൊക്കെ ശരിയാണ്, പക്ഷെ ഇംഗ്ലീഷ് അറിയാമെന്നൊരു കുറവുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഈ കുറവില്ലാത്ത ആളുകളായിരുന്നു നാരായണ ഗുരുവും അയ്യങ്കാളിയും തന്നെ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷക്ക് എതിരായിട്ട് നിൽക്കുകയല്ല ചെയ്തത്, ഇംഗ്ലീഷ് ഭാഷയെ മലയാളികൾക്ക് വേണ്ടി ഉപയോഗിക്കുക ചെയ്തത്. ചന്തുമേനോൻ ഇന്ദുലേഖ ഇംഗ്ലീഷിലാണ് എഴുതിയെങ്കിൽ എന്ത് സംഭവിക്കും? ചന്തുമേനോന്റെ അട്ടത്തിരിക്കും തലശ്ശേരി അല്ലേ? ഇപ്പൊ പണ്ഡിതന്മാരെടുത്ത് നോക്കും. അത് മാതൃഭാഷയിൽ എഴുതിയതുകൊണ്ടാണ് ആ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള, പാശ്ചാത്യ പ്രബുദ്ധതയ്ക്ക് വേണ്ടിയുള്ള, സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ആശയങ്ങൾ കേരളത്തിൽ പ്രചരിച്ചു. ഇതിനെയാണ് ഇംഗ്ലീഷ് ആശയം എന്ന് പറയുന്നത്. അല്ലാതെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വെച്ചാൽ ഇംഗ്ലീഷ് മാധ്യമ പഠനമല്ല. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാതെയാണ് പലരും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അല്ലേ അവരുന്നയിച്ചു. ശരിയാ, ഇത് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അവിടെ ഉദ്ദേശിച്ചത് അല്ലേ? നോക്കൂ, ഇംഗ്ലീഷ് പുറപ്പെടുന്നു എന്ന് പറയുന്നല്ലോ അല്ലേ? മലയാളത്തിൽ ഇന്ദുലേഖ പറയുമ്പോൾ സൂര്യനമ്പൂരിപ്പാട് പറയുന്നത് നോക്കൂ, ഇതാ ഇംഗ്ലീഷ് പുറപ്പെടുന്നു. ആ ഇംഗ്ലീഷ് മലയാളത്തിലാണ് പുറപ്പെട്ടത് അല്ലേ? ഇന്ദുലേഖ പറഞ്ഞത് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ അതാണ് ഇംഗ്ലീഷ്. അതായത് നിനക്ക് തുല്യനാണ് ഞാൻ എന്നുള്ള ഞാൻ എന്ന് അടിയൻ എന്ന് പറയുന്നതിന് പകരം ഞാൻ എന്ന് പറയുന്നതിനെയാണ് സൂര്യനമ്പൂതിരിപ്പാട് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞത്. ആ ഇംഗ്ലീഷ് യഥാർത്ഥത്തിൽ മാതൃഭാഷയിലൂടെയാണ് ആ പുതിയ സമത്വബോധം രൂപപ്പെട്ടതെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. സഹോദരൻ അയ്യപ്പൻ 1930കളിൽ ഇവിടെ തിരുവിതാംകൂറിൽ നിവർത്തന പ്രക്ഷോഭം അറിയാലോ. മറ്റ് ജാതികൾക്ക്, മറ്റ് മതക്കാർക്ക് സർക്കാർ സർവീസിലേക്ക് പ്രവേശനം, ഇതിനു വേണ്ടിയുള്ള സമരം. ആ സമരത്തിന്റെ ഭാഗമായിട്ടാണ് കേരളം അന്നത്തെ തിരുവിതാംകൂർ PSC രൂപപ്പെടുന്നത് 1935. ആ സമര കാലഘട്ടത്തിൽ സഹോദരൻ അയ്യപ്പൻ ഒരു കാര്യം പറഞ്ഞു, കേരളത്തിലെ തൊഴിൽ പരീക്ഷകൾ മാതൃഭാഷയിലാകണം. അദ്ദേഹം പറഞ്ഞ കാര്യം നമ്മൾ നൂറ്റാണ്ടിന് ശേഷം PSCയുടെ മുമ്പിൽ ഞങ്ങൾ പോയി സമരം ചെയ്തു. അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. കാരണം അവസാനത്തെ ആൾക്കും കൂടി തൊഴിൽ പരീക്ഷയിൽ എത്തണമെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ പറയാറുള്ളൊരു കാര്യമുണ്ട്, നമ്മൾ ഇപ്പം എൻ്റെ ഒന്നും നാട്ടിൽ ഇവിടെ അങ്ങനെയാണോന്ന് എനിക്കറിയില്ല, തെങ്ങ് കയറ്റത്തിന് ആളെ കിട്ടാത്തൊരവസ്ഥ. ഇവിടെ അങ്ങനെയാണോന്ന് എനിക്കറിയില്ല. കേരം തിങ്ങും കേരള നാട്ടിൽ കേരളത്തിന്മേൽ കയറാൻ ആളില്ല അല്ലേ? അങ്ങനെ മുദ്രാവാക്യം ഉയർത്താം നമുക്ക്. എന്ത് സംഭവിച്ചത് ബാക്കി എല്ലാ യന്ത്രങ്ങളും യൂറോപ്യന്മാർ കണ്ടെത്തി. കഷ്ടകാലത്തിന് യൂറോപ്പിൽ തെങ്ങില്ല, അതുകൊണ്ട് അവരത് കണ്ടുപിടിച്ചില്ല, നമ്മളും കണ്ടുപിടിച്ചില്ല. ഇത്രേ ഉള്ളൂ കാര്യം. ഇംഗ്ലണ്ടിൽ തെംസ് നദിയുടെ തീരത്ത് തെങ്ങുണ്ടായിരുന്നെങ്കിൽ 18ാം നൂറ്റാണ്ടിൽ തന്നെ വ്യവസായ വിപ്ലവ കാലത്ത് തന്നെ അവര് തെങ്ങ് കയറ്റ യന്ത്രം കണ്ടുപിടിക്കുമായിരുന്നു. അവര് കണ്ടുപിടിച്ച യന്ത്രങ്ങൾ, ശ്രദ്ധിക്കൂ, അവര് കണ്ടുപിടിച്ച യന്ത്രങ്ങൾ അതാത് മണ്ഡലത്തിലെ ജാതി വ്യവസ്ഥയെ തകർത്തു. റയോൺസിന്റെ മില്ല് വന്നപ്പോ ചാലിയർ എന്ന് പറയുന്ന സമുദായത്തിൽ നിന്ന് നെയ്ത്ത് എന്ന് പറയുന്ന സാധനം
ജാതിയെ ലംഘിച്ചുകൊണ്ട് മനുഷ്യരുടെ മൊത്തമായി തീർന്നു അല്ലേ? ഈ ഷൂസ് ഉണ്ടാക്കുന്ന കമ്പനി വന്നപ്പോൾ ഇനി നിങ്ങൾക്ക് ആ ഷൂസ് ഉണ്ടാക്കുന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളെ നിങ്ങൾക്കിനി ചെരുപ്പൂത്തി എന്ന് വിളിക്കാൻ സാധ്യമല്ല. ബേറ്റ കമ്പനിയുടെ ജനറൽ മാനേജർ പോകുമ്പോൾ ആ ചെരുപ്പൂത്തി പോകുമെന്ന് പറഞ്ഞാൽ വിവരം അറിയാം അല്ലേ? അപ്പോൾ യൂറോപ്യൻ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ യഥാർത്ഥത്തിൽ ജാതിയുടെ ഭൗതിക അടിത്തറ, യാന്ത്രിക അടിത്തറ, ഉപകരണ അടിത്തറ തകർത്തു. തകർക്കപ്പെടാതെ കടന്ന എന്താണ്? തെങ്ങാണ് അല്ലേ? കാരണം അവിടെ നടന്നില്ല. അതുകൊണ്ട് ഇപ്പോഴും അതൊരു ജാതി മുദ്രയുള്ള തൊഴിലായിട്ട് കരുതുന്നു, അതൊരു അവമാനിതമായ തൊഴിലായിട്ട് കരുതുന്നു. ഞാൻ പറയാ, മറ്റെല്ലാം യന്ത്രവൽക്കരിച്ചതുപോലെ തെങ്ങിന്മേൽ കയറുന്ന ഒരു യന്ത്രം ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പോഴും കുറ്റമറ്റ യന്ത്രമില്ല എന്നാണ് എൻ്റെ ധാരണ, അതിനുവേണ്ടി ഒരു ഫണ്ടും നമ്മൾ നീക്കി വെക്കുന്നില്ല. ഒരു ബജറ്റിലും തെങ്ങ് കയറ്റ യന്ത്രത്തിന് വേണ്ടി ഒരു യന്ത്രമുണ്ടാക്കാൻ വേണ്ടി നമ്മൾ കരുതാത്തതിൻ്റെ കാരണം നമ്മുടെ ബജറ്റ് ഇപ്പോഴും നോക്കുന്ന അങ്ങോട്ടാന്നുള്ളതാണ്. അത് ഏത് ഗവൺമെൻറ് ആയാലും ആദ്യം വേണ്ടതല്ലേ കേരളം സംരക്ഷിക്കലല്ലേ? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ജാതി വ്യത്യാസമില്ലാതെ ആ തൊഴിലിന് അപേക്ഷിക്കും അല്ലേ? ആണ് പെണ്ണ് എന്നുള്ള വ്യത്യാസമില്ലാതെ PSCയിൽ തെങ്ങ് കയറ്റത്തിൽ, ഈ കൊല്ലത്ത് ശാസ്താംകോട്ടയിൽ ഈ പഞ്ചായത്തിൽ തെങ്ങ് കയറ്റ തൊഴിലാളികളെ ആവശ്യമുണ്ട്. PSC നോട്ടിഫിക്കേഷൻ വരുന്നു, ആണും പെണ്ണും ഒക്കെ അപ്ലൈ ചെയ്യുന്നു. ജാതി ഇല്ലാതായി, ലിംഗവ്യത്യാസം ഇല്ലാതായി, തെങ്ങ് കയറ്റ യന്ത്രത്തിൽ ഇങ്ങനെ പൊങ്ങിപ്പോകുമ്പോൾ ടൈറ്റാനിക്കിൻ്റെ ഒരു അനുഭൂതി ആണിനും പെണ്ണിനും കിട്ടും. ടൈറ്റാനിക് എന്നുള്ള സിനിമയിൽ അറിയാം. ഇങ്ങനെയാണ് ജാതി തകർക്കേണ്ടത്. ഇത് തകരാതെ പോയത് നമ്മുടെ ഭാവന നമ്മുടെ നാട്ടിലല്ല ഇപ്പോഴും നിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഉൽപാദന ഭാവന ഇല്ലാതാകുകയും നമ്മുടെ ഭാവന മുഴുവൻ ഉപഭോഗ ഭാവനയാവുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് നമ്മുടെ ഉൽപാദന വ്യവസ്ഥ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പും നമ്മൾ ഉപഭോഗം, അതുകൊണ്ട് നമ്മൾ മനസ്സുകൊണ്ട് നമ്മളെല്ലാം യൂറോപ്യൻ ഉൽപ്പന്നങ്ങളുടെ അടിമകളും ഒന്നും തന്നെ ഉൽപ്പാദിപ്പിക്കാത്ത ആളുമായി തീർന്നത് ഈ പറയുന്ന മട്ടിൽ നമ്മുടെ ഭാഷയിലൂടെ നമുക്ക് കേരളത്തെ കണ്ടെത്താൻ കഴിയാത്ത. കൂടുതൽ ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും ആലോചിക്കാനായിട്ട് ഞാനൊരു പുസ്തകത്തിൻ്റെ പേര് പറയാം. മാതൃഭൂമി പ്രസിദ്ധീകരിച്ച മലയാളത്തിൻ്റെ ഭാവി എന്ന് പറയുന്ന K. സേതുരാമൻ്റെ പുസ്തകം നിർബന്ധമായിട്ട് എല്ലാവരും വായിക്കേണ്ടതാണ്. അദ്ദേഹത്തിന് എന്നെപ്പോലൊരു ബാധ്യതയിൽ അദ്ദേഹം മലയാള അധ്യാപകനല്ല. അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രം പഠിച്ച ആളാണ്. തൊഴിൽ കൊണ്ട് അദ്ദേഹം ഒരു പോലീസുകാരനാണ്. കേരളത്തിലെ എൻ്റെ ധാരണയിൽ ഇപ്പോൾ IG ആണ് അദ്ദേഹം. അദ്ദേഹം പറയുന്നുണ്ട്, ലോകത്തിൽ മാതൃഭാഷയിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയ രാജ്യങ്ങൾ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ സാമ്പത്തികമായി. നമ്മളിപ്പോൾ പറയുന്നത് സാംസ്കാരികമായിട്ടാണല്ലോ. കാരണം എന്താണ് ഉണ്ടാകുന്നത്? അവസാനത്തെ ആളെയും തൊഴിലിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, അവസാനത്തെ ആളെയും നിങ്ങൾക്ക് അതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അല്ലേ? ഇപ്പം ഞാൻ പറയാം, പാരമ്പര്യമായിട്ട് ഏറ്റവും കൂടുതൽ അറിവുണ്ടായിരുന്ന ആർക്കാ? സവർണർക്കോ അവർണർക്കോ? ഞാൻ പറയാം, ജീവിതത്തിൽ വേണ്ട അറിവുണ്ടായിരുന്നത് അവർണർക്ക്, ദളിതർക്ക്, സ്ത്രീകൾക്കാണ് അല്ലേ? പഴയ ഗൈനക്കോളജിസ്റ്റുകളെ നമ്മുടെ നാട്ടുഭാഷയിൽ പേറ്റിച്ചിമാർന്ന് പറയും. എൻ്റെ ചോദ്യം, ഈ കുടുംബങ്ങളിൽപ്പെട്ട എത്ര പേര് മെഡിക്കൽ എൻട്രൻസ് പരീക്ഷ ക്വാളിഫൈ ചെയ്യുന്നുണ്ട്? എത്ര ഗൈനക്കോളജിസ്റ്റുകൾ പേറ്റിച്ചിമാരുടെ കുടുംബത്തിൽ നിന്ന് വന്നിട്ടുണ്ട്? എന്തുകൊണ്ട് വരുന്നില്ല? വരാത്തത് നിങ്ങൾ അവരുടെ മുമ്പിൽ വലിയൊരു മതിൽ സ്ഥാപിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷ്. അതിൽ തട്ടി വീഴുകയാണ്. നരേന്ദ്ര കമ്മിറ്റിയിൽ പറഞ്ഞതുപോലെ ആ മറയിൽ തട്ടി വീഴുകയാണ്. നമ്മുടെ ജാതി പോലും നമുക്ക് ലംഘിക്കാൻ കഴിയാത്ത അതുകൊണ്ടാണ്. ആ കുടുംബങ്ങളിൽ നിന്ന് വരുന്നില്ലല്ലോ അല്ലേ? വരുന്നില്ല. അതിൻ്റെ കാരണം അതാണ്. കാരണം ആധുനികവൽക്കരിക്കാൻ കഴിയുന്നില്ല, അവിടെ തടഞ്ഞു നിർത്തുക. എഞ്ചിനീയറിംഗ് ആശാരിമാരുടെ പണിയല്ലേ? ആശാരി കുടുംബങ്ങളിൽ എത്ര പേര് എഞ്ചിനീയറിംഗ് കോളേജിൽ എത്തുന്നുണ്ട്? എത്താത്തത് അയാൾക്കറിയാത്തൊരു ഭാഷ അയാൾക്ക് മുമ്പിൽ ഇട്ടുകൊണ്ട് നിങ്ങൾ അവരെ ഇല്ലാതാക്കിയാണ്. നമ്മുടെ സമഗ്രമായ ആധുനീകരണത്തെ തന്നെ തടയുന്നത് ഈ ഇരുമ്പ് മറയാണ്. ഇംഗ്ലീഷിൽ പഠിക്കണം എന്ന് നിർബന്ധമുള്ളവർ പഠിച്ചോട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ മാതൃഭാഷയുടെ വാതിലും തുറക്കണ്ടേ? ഇതല്ലേ ജനാധിപത്യം. 47 ഇതല്ലേ നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇതിനെയാണ് നമ്മൾ നവോത്ഥാനം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ ഭാഷാബോധം സാഹിത്യത്തിൽ മാത്രം ഒതുങ്ങുകയും വൈജ്ഞാനികവും ഉൽപാദനപരവുമായ തലത്തിലേക്ക് ഉയരാതിരിക്കുകയും ചെയ്തു. യൂറോപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നവോത്ഥാനവും മതനവീകരണവും കഴിഞ്ഞ് പ്രബുദ്ധത എന്നവർ പറയുന്ന 17-ാം നൂറ്റാണ്ടിലെത്തിയപ്പോൾ അവർ ശാസ്ത്രം, തത്വചിന്ത ഉൾപ്പെടെ മാതൃഭാഷയിൽ കൈകാര്യം ചെയ്യാൻ തുടങ്ങി. റെനെ ദക്കാർത്ത്, നിങ്ങൾക്കൊക്കെ കേട്ടിട്ടുണ്ടാവുന്ന എൻ്റെ ധാരണ, ഐ തിങ്ക് ദർഫോർ ഐ ആം എന്നൊക്കെയുള്ള വലിയ ആധുനിക തത്വചിന്തയുടെ വീണ്ടും പിതാവ് എന്നറിയപ്പെടുന്ന ആൾ. അദ്ദേഹത്തിൻ്റെ ഡിസ്കോഴ്സ് എന്ന് പറയുന്ന കൃതി അദ്ദേഹം എഴുതിയത് നാട്ടുഭാഷയായ ഫ്രഞ്ചിലാണ്, ലത്തീനിലല്ല. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് തത്വചിന്തയ്ക്ക് ലോകം മുഴുവൻ അറിയുന്നത്? ലത്തീൻ ഭാഷക്കാരൻ കുറച്ചുപേര് മാത്രം അറിയുന്ന ഫ്രഞ്ച് ഭാഷയിൽ എഴുതിയത്. അദ്ദേഹം മറുപടി പറഞ്ഞു, എന്റെ നാട്ടിലെ അവസാനത്തെ സ്ത്രീക്കും വായിച്ചാൽ മനസ്സിലാകണം തത്വചിന്ത. അടുക്കളയിലിരിക്കുന്ന അവസാനത്തെ സ്ത്രീക്കും തത്വചിന്ത വായിച്ചാൽ മനസ്സിലാകണം. അതുകൊണ്ട് എന്തുണ്ടായി? നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ സ്ത്രീവാദവുമായിട്ട് സിമോൺ ദി ബൂവേ എന്ന് പറയുന്ന തത്വചിന്തകയാണ് അവിടുന്ന് വന്നത്.
നമ്മൾക്ക് ഇവിടുന്ന് സാഹിത്യകാരികൾ മാത്രമേ വരുന്നുള്ളൂ. ഇതാ വ്യത്യാസം. മനസ്സിലാവുന്നുണ്ടല്ലോ ആ വ്യത്യാസം. എത്രയോ ശാസ്ത്രജ്ഞകൾ അവിടെ നിന്ന് വരുന്നു. ഇവിടെ നമ്മൾ എത്രയായാലും സ്ത്രീകൾ വിചാരിക്കുന്ന സാഹിത്യത്തിനപ്പുറം ഞാൻ സാഹിത്യ അധ്യാപകനാണ്. പക്ഷേ നമ്മളിങ്ങനെ പരിമിതപ്പെട്ടുപോയി. കോപ്പർനീഷ്യൻ റവല്യൂഷൻ കഴിഞ്ഞതിന് ശേഷം ഗലീലിയോ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം എഴുതുമ്പോൾ, അദ്ദേഹം പിന്നീടുള്ള ഗ്രന്ഥങ്ങൾ അദ്ദേഹം നാട്ടുഭാഷ ഇറ്റാലിയൻ എഴുതുമ്പോൾ ഇതേ വിമർശനം അദ്ദേഹത്തിന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണമാണ്, അദ്ദേഹം പറഞ്ഞു അവസാനത്തെ കൈത്തൊഴിൽക്കാരനും എൻ്റെ ശാസ്ത്രം മനസ്സിലാകണം. അങ്ങനെയാണ് യൂറോപ്പ് അവരുടെ ഭാഷ ആധുനികവൽക്കരിച്ചത്. ഐസക് ന്യൂട്ടൺ ആദ്യത്തെ കൃതികൾ മുഴുവൻ എഴുതിയത് ലത്തീൻ ഭാഷയിലാണ്. ഇവിടെ നമ്മൾ നടത്തിയ പോലുള്ള ഒരുപാട് സമരങ്ങൾ നടത്തുകയും ഭാഷയെക്കുറിച്ചുള്ള പുതിയ അവബോധം വരികയും ചെയ്തപ്പോഴാണ് ഓപ്റ്റിക്സ് എന്ന് പറയുന്ന കൃതി, അദ്ദേഹം പ്രകാശത്തെക്കുറിച്ചുള്ള കൃതി, ഫിസിക്സ് പഠിച്ച ആളുകൾക്കറിയാം, ആ കൃതി അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതുന്നത് 1704 ആദ്യത്തെ ഇംഗ്ലീഷ് എഴുതുന്ന വലിയ പ്രധാനപ്പെട്ട കൃതിയാണ്. അദ്ദേഹത്തോട് പറഞ്ഞത്, നിങ്ങളുടെ ലത്തീൻ വായിച്ചിട്ട് മനസ്സിലായി, ഇംഗ്ലീഷ് വായിച്ചിട്ട് മനസ്സിലായില്ല. നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ആ ഇംഗ്ലീഷ് ലോകഭാഷയായിട്ട് മാറി. ഇനി ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഫ്രഞ്ചുകാരുടെ അധിനിവേശം, ആ അധിനിവേശ കാലത്ത് വിദ്യാഭ്യാസ മാധ്യമം ഉൾപ്പെടെ കോടതി ഉൾപ്പെടെ മുഴുവൻ ഫ്രഞ്ചായിരുന്നു. 18ാം നൂറ്റാണ്ടായിട്ടും അവിടുത്തെ കോടതി ഭാഷ ഇംഗ്ലീഷാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവസാനം ജോർജ് രണ്ടാമൻ രാജാവ് 1732 ഒരു വിളംബരം പുറപ്പെടുവിച്ചു. എന്താ വിളംബരം എന്ന് ചോദിച്ചാൽ, ഇനി മുതൽ ആരെങ്കിലും ഇംഗ്ലീഷ് കോടതിയിൽ ഫ്രഞ്ചോ ലത്തീനോ ഉച്ചരിച്ചാൽ 50 പവൻ പിഴ. നമ്മളിവിടെ മലയാളം ഉച്ചരിച്ചാൽ ആ പിഴ അല്ലേ? അവരങ്ങനെയാണ് അവർ ഭാഷയെ ഉണ്ടാക്കിയെടുത്തത്. അതാണ് ഞാൻ ഇംഗ്ലീഷുകാരിൽ നിന്ന് പഠിച്ചതെന്നേ പറഞ്ഞത്. ഇതെന്നെ പഠിപ്പിച്ചത് അവരാണ്. അതുകൊണ്ട് നാരായണഗുരു പറഞ്ഞ പോലെ വെള്ളക്കാരിൽ നിന്നാണ് സന്യാസം കിട്ടിയെന്ന് പറഞ്ഞതുപോലെ യൂറോപ്യന്മാരിൽ നിന്നാണ് ഞാൻ എൻ്റെ മാതൃഭാഷയെക്കുറിച്ചുള്ള ധാരണകൾ രൂപപ്പെടുത്തിയത്. അപ്പോൾ ഇത്രയും ഞാൻ അതുകൊണ്ട് മലയാള സർവകലാശാലയെക്കുറിച്ചുള്ള ചർച്ച വന്നപ്പോൾ ഞങ്ങൾ വെച്ച കാര്യം, മലയാളം എന്നെപ്പോലുള്ള മലയാളം ഭാഷന്മാർക്കുള്ള ഒരു ഇടമായിട്ട് തീരരുത്. കുറേ മലയാളമൊക്കെ പഠിച്ചോളും, കുഴപ്പമില്ല. പക്ഷേ അത് അവിടെ ഭൗതികശാസ്ത്രം ഉൾപ്പെടെ, അവിടെ എഞ്ചിനീയറിംഗ് ഉൾപ്പെടെ, മെഡിസിൻ ഉൾപ്പെടെ, ലോ കോളേജുകൾ വരുന്നുണ്ട്, അതൊക്കെ മലയാളത്തിൽ പഠിക്കാനും ഗവേഷണം നടത്താനുള്ള സ്ഥാപനമായിരിക്കണം. ഇപ്പോൾ അങ്ങനെ തുടങ്ങി. MSc പരിസ്ഥിതി അവിടെ മലയാളത്തിൽ പഠിപ്പിക്കുന്നു. ഏതെങ്കിലും കുട്ടികൾ ഈ കൂട്ടത്തിൽ ഇംഗ്ലീഷിൻ്റെ കടമ്പയിൽ തട്ടി വീഴുന്നുണ്ടെങ്കിൽ അവർക്ക് MSc നടത്താനുള്ള കോഴ്സ് മലയാള സർവകലാശാലയിൽ, സാക്ഷാൽ തുഞ്ചൻ്റെ പേരുള്ള സർവകലാശാലയിലുണ്ട്. ഇത് നമ്മൾ സമരം ചെയ്ത് നേടിയെടുത്തൊരു അവകാശം. ഇങ്ങനെ തുറന്നിട്ടുണ്ട് അവകാശം. നമ്മളിപ്പോൾ ഇതൊന്നും അറിയാതെ, പണ്ട് അണ്ടർഗ്രൗണ്ട് എന്ന് പറയുന്ന സിനിമയിൽ ഈ യുദ്ധം, 2ാം ലോക മഹായുദ്ധം അവസാനിച്ചത് അറിയാതെ യുദ്ധം ചെയ്യുന്ന ആളുകളുണ്ട് എന്നതുപോലെ ലോകം മുഴുവൻ മാതൃഭാഷയ്ക്ക് വേണ്ടി വാദിക്കുമ്പോൾ ഇത് മാറിക്കഴിഞ്ഞത് അറിയാതെ ഇപ്പോഴും LKGയിൽ ഇംഗ്ലീഷിന് വേണ്ടി വാദിക്കുന്ന ആളുകൾ അണ്ടർഗ്രൗണ്ട് സിനിമയിലെ പടനായകന്മാരെ പോലെയാണ്. നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ കാലത്ത് ലോകഭാഷ എന്ന സങ്കല്പമേ ഇല്ല. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ വരുന്നൊരു ഇൻ്റർനെറ്റിലെ വിവരം വിവർത്തനം ചെയ്യുക എന്ന് മലയാളത്തിൽ അടിച്ചാൽ മലയാളത്തിൽ കിട്ടും അല്ലേ? ഞാനിപ്പം പണ്ടത്തെ കാലത്ത് എനിക്ക് ഫ്രഞ്ച് പുസ്തകങ്ങൾ, സാർത്രൻ്റെ ഉൾപ്പെടെയുള്ള ഫ്രഞ്ച് പുസ്തകങ്ങൾ ഞാൻ ഇംഗ്ലീഷിലാണ് വായിച്ചത്. ഇപ്പം എനിക്ക് അത് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തിട്ട് ഫ്രഞ്ച് ടു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ കൂടെ വായിക്കാം. നാളെ അത് ഫ്രഞ്ച് ടു മലയാളമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എനിക്കിപ്പം വേണമെങ്കിൽ മലയാളത്തിൽ സംസാരിച്ചിട്ട് അപ്പുറത്തൊരാൾ ചൈനീസിൽ സംസാരിക്കുന്ന മലയാളത്തിൽ കേൾക്കാനും എൻ്റെ മലയാളം അയാൾക്ക് ചൈനീസിലേക്ക് പോകാനും കഴിയും. ഇംഗ്ലീഷിൻ്റെ ഇടനിലയില്ലാതെ എല്ലാ ഭാഷകളും ഇന്ന് ലോക ഭാഷകളായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ വിവരം അറിയാതെയാണ് നമ്മളിപ്പോഴും ഓടുന്നതെന്നുള്ള മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരു ജാഥ നടത്തുമ്പോൾ ജാഥ തിരിയുമ്പോൾ പിന്നിലുള്ളവർ മുമ്പിലുള്ളവർ പിന്നിലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. നാളത്തെ പൗരന്മാർ നമ്മുടെ മാതൃഭാഷാ വിദ്യാലയത്തിൽ പഠിക്കുന്ന ആളുകളാണ്. നിങ്ങൾ വളരെ കുത്തിപ്പിടിച്ചിട്ട് അറിയാത്ത ഭാഷയിൽ എൻട്രൻസ് പരീക്ഷ എഴുതുമ്പം മറ്റവൻ നേരെ എൻട്രൻസ് പരീക്ഷ കളങ്ങളൊക്കെ പൂരിപ്പിച്ച് പോകും. അവൻ 200 എണ്ണം മലയാളത്തിൽ എഴുതുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് മീഡിയത്തിലെ കുട്ടി കഷ്ടി 100-110 എഴുതി പരാജയപ്പെടുന്ന അവസ്ഥ വരും. ഇവിടത്തേക്കാ ലോകം പോകുന്നത്. ഈ വിവരമൊന്നും നാട്ടുകാരെ ഒന്നും അറിയിക്കേണ്ട ആവശ്യമുണ്ട്, അവരെ രക്ഷിക്കാൻ വേണ്ടി. അതുകൊണ്ട് പഴഞ്ചൻ ആരാണെന്ന് ചോദിച്ചാൽ മലയാളത്തിൽ പഠിപ്പിക്കുന്നവരല്ല, പുതുഞ്ചന്മാരാണ് മലയാളത്തിൽ പഠിപ്പിക്കുന്നത്. പഴഞ്ചന്മാർ ഇപ്പോഴും ലോകം മാറിയതറിയാതെ ഇംഗ്ലീഷിൽ പഠിപ്പിക്കുന്നു. ഇംഗ്ലീഷ് പഠിക്കണം കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ, ഇംഗ്ലീഷ് പഠിക്കണം. ഇംഗ്ലീഷ് മാത്രമല്ല, എല്ലാ ഭാഷകളും പഠിക്കണം. ഇപ്പം ജപ്പാൻകാരനൊരു പണിയെടുത്തു. എന്താ ശ്രദ്ധിച്ചോ? ജപ്പാനിൽ നഴ്സുമാർ ആവശ്യമുണ്ട്. നിങ്ങളെ പരസ്യം കണ്ടോന്നും അറിയില്ല, പക്ഷേ ജാപ്പാനീസ് ഭാഷ അറിഞ്ഞിരിക്കണം. അതാണ് കണ്ട കണ്ടീഷൻ. നമ്മളിവിടത്തേക്ക് കേരളത്തിലേക്ക് ഇവിടെ ഒരു അധ്യാപനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരസ്യം കൊടുക്കുമ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? മലയാളം അറിഞ്ഞിരിക്കണമെന്ന് പരസ്യം കൊടുക്കാൻ നമുക്ക് എപ്പോൾ തൻ്റെ ഇടം ഉണ്ടാകുന്നു, തൻ്റെ ഇടം, അതാണ് തൻ്റെ ഇടം അല്ലേ, തൻ്റെ ഇടം ഉണ്ടാകുന്നു, ആ ഘട്ടത്തിൽ മാത്രമേ നമുക്ക് കേരളത്തെ കെട്ടിപ്പടുക്കാൻ സാധിക്കൂ. അതാണ് അവർ ചെയ്യുന്നത്. ഇപ്പോൾ ചൈനക്കാരൻ ഇംഗ്ലീഷ് അറിഞ്ഞാലും ഇവിടെ വന്നാൽ ചൈനീസ് പറയില്ല. അവനെന്ത് ചെയ്യാന്നറിയോ?
ഒരു ചൈനീസ് ട്രാൻസ്ലേറ്ററെ കൊണ്ടുവരാൻ പറയും. അപ്പോൾ എന്താ ഉണ്ടാകുന്നത്? ഇവിടുന്ന് ചൈനീസ് പഠിച്ചവർ തൊഴിൽ കിട്ടുന്നു, ഒരു ചൈനക്കാരന് തൊഴിൽ കിട്ടുന്നു. വിജ്ഞാന സമൂഹം കെട്ടിപ്പടുക്കുമ്പോൾ അവൻ്റെ ഭാഷ അവൻ ഉൽപ്പന്നമാക്കി മാറ്റുന്നു. നമ്മളുള്ള ഭാഷയാണ് ഏറ്റവും വലിയ ഉൽപ്പന്നം. ഇന്ന് ഭാഷയാണ് വിജ്ഞാന സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ഉൽപ്പന്നം. അത് കൈയൊഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ മുഴുവൻ ഇംഗ്ലീഷാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞത്, ഈ നിലയിലുള്ള വലിയ മാറ്റം ലോകത്തിൽ വന്നെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ലോകത്തിൽ തന്നെ ഇപ്പോഴത്തെ വിക്കിപീഡിയയിലൊക്കെ കണക്കുകൾ നോക്കിയാൽ മറ്റ് പല ഭാഷകളെയും മറികടന്നുകൊണ്ട് 5ാം സ്ഥാനത്താണ് മലയാളം നിൽക്കുന്നത്. ലോകത്തിലെ 5000-നും 7000-നും ഇടയിലുള്ള ഭാഷകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷയുടെ കണക്കെടുത്താൽ 26ാം സ്ഥാനത്താണ് മലയാളം. 3.5 കോടി ജനങ്ങളുടെ ഭാഷയാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോവിൻ്റെ പോർച്ചുഗീസിലെ ജനസംഖ്യ 1 കോടിയാണ്. എന്നിട്ട് നമ്മളിപ്പോഴും കൊച്ചു കേരളം എന്നാണ് പറയുന്നത്. 42ാം സ്ഥാനത്താണ് സോക്രട്ടീസിൻ്റെ ഗ്രീക്ക് നിൽക്കുന്നത്. 4 യൂറോപ്യൻ സ്കാൻഡിനേവിയൻ ഭാഷകൾ ചേർന്നാൽ ഉള്ളതിനേക്കാൾ ആളുകൾ മലയാളം സംസാരിക്കുന്നു. നമ്മളിപ്പോഴും വിചാരിക്കുന്ന യൂറോപ്പ് നമ്മളെക്കാൾ എന്തോ വലിയ ആളാണ്. അല്ല, യൂറോപ്പിലെ ജനസംഖ്യ മുഴുവൻ കൂടി വന്നാൽ 72 കോടിയാണ്. അമേരിക്കയുടെ ജനസംഖ്യ 32 കോടിയാണ്. രണ്ടും ചേർത്താൽ കണക്കറിയാമെന്നേ വിചാരിക്കുന്നു 105 കോടി താഴെ വരും. 135 കോടി ജനങ്ങളുള്ള രാജ്യമായിരുന്നു. ഈ 2 ഭൂഖണ്ഡങ്ങളെക്കാളും വലുതാണ്. അത്രയും വലിയ. മാത്രമല്ല, ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്തിന് ജനസംഖ്യ റഷ്യയേക്കാൾ വലുതാണ്. ഇതൊന്നും നമ്മൾ പഠിപ്പിക്കില്ല. നമ്മൾ ഈ രാജ്യത്തിൻ്റെ വലിപ്പം പഠിപ്പിക്കില്ല. നമ്മുടെ ഏറ്റവും ദരിദ്രരുള്ള രാജ്യം, ഏറ്റവും കുഷ്ഠരോഗികളുടെ രാജ്യം, ഏറ്റവും പ്രമേഹമുള്ള രാജ്യം, ഇങ്ങനെ 10 ചോദ്യം ചോദിക്കുമ്പോൾ കുട്ടിയുടെ ദേശാഭിമാനം, ആത്മാഭിമാനം സർവവും നഷ്ടപ്പെട്ട് ബോധം കെട്ടു വീഴും. ഇതിനുവേണ്ടിയാണല്ലോ നമ്മൾ ക്വിസ് മത്സരം നടത്തുന്നത്, അല്ലേ? നമ്മുടെ അഭിമാനങ്ങൾ പഠിപ്പിക്കണം. ഇതാണ് നമ്മുടെ അഭിമാനം. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഷകളിൽ ഒന്നാണിത്. ഇനി ഇന്ത്യൻ ഭാഷകളിൽ ലോകത്തിലെ ആദ്യത്തെ 30 ഭാഷകളിൽ 11 എണ്ണവും ഇന്ത്യൻ ഭാഷകളാണ് കേട്ടോ. ലോകത്തിലെ ആദ്യത്തെ 30 ഭാഷകളിൽ 11 എണ്ണവും ഇന്ത്യൻ ഭാഷകളാണ്. ആ ഇന്ത്യൻ ഭാഷകളിൽ തന്നെ ഒരു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ശതമാനം ആളുകൾ സംസാരിക്കുന്ന ഭാഷ മലയാളം. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്ന് പറഞ്ഞ അർത്ഥം, കർണാടകത്തിൽ കന്നഡ മാതൃഭാഷയായിട്ടുള്ള ആളുകൾ 65%. 35% ആളുകൾ മറാഠി, തെലുങ്ക്, തമിഴ് തുടങ്ങിയ ഭാഷകളാണ് സംസാരിക്കുന്നത്. നമ്മളെക്കാൾ വലിയ ഭാഷാഭിമാനികളായ തമിഴ്നാടിൽ 90% താഴെയാണ് തമിഴ് മാതൃഭാഷയായിട്ടുള്ള ആളുകൾ. ബാക്കി 10% കൂടുതൽ ആളുകൾ തെലുങ്ക് ഉൾപ്പെടെയുള്ള മറ്റ് ഭാഷകളാണ് സംസാരിക്കുന്നത്. കേരളത്തിലോ 97% ആളുകൾ മലയാളം മാതൃഭാഷയായിട്ടുള്ള ആളുകളാണ്. ഈ വലിപ്പം നമ്മൾ അറിയുന്നില്ല. എന്നിട്ട് ഏറ്റവും കൂടുതൽ അപമാനം, ഏറ്റവും കൂടുതൽ കുറവ്, അല്ലേ? ഭാഷയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുന്നത് നമ്മളാണ്. ഇത്രയും കുറഞ്ഞ ആളുകൾ അവരുടെ ഭാഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ആന്ധ്രയിൽ 83% ആളുകൾ തെലുങ്ക് സംസാരിക്കുന്നു. നമ്മൾ 97% ആളുകൾ സംസാരിക്കുന്നു. മാത്രമല്ല, ഞാൻ നേരത്തെ മതേതരത്വത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. നമ്മുടെ മതേതരത്വത്തിൻ്റെ അടിസ്ഥാനം എന്താ? കേരളത്തിൻ്റെ നമ്മുടെ ഭാഷയാണ്. ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിൻ്റെയും ഹിന്ദുവിൻ്റെയും പൊതുഭാഷയാണ് മലയാളം. ജ്ഞാനപ്പാനയും പുത്തൻപാനയും മൊഹിദ്ദീൻ മാലയും ഒരേ ഭാഷയിൽ എഴുതിയത്. എല്ലാവരുടെ കോഴിയും കൂകിയടങ്ങുമേ, ഷെയ്ഖിൻ്റെ കോഴി കിയാമത്തോളം കൂകും എന്ന് മൊഹിദ്ദീൻ മാലയിൽ, അല്ലേ, പറഞ്ഞ അതേ ഭാഷ കൊണ്ടാ ഇന്നലെയോളം എന്തെന്നറിയില്ല എന്ന് പറഞ്ഞത്. പുത്തൻപാനയിൽ ഉമ്മായുടെ ദുഃഖവും എഴുതിയത് ഒരേ ഭാഷയാണ്. നമ്മൾ പുറത്തുനിന്ന് രാഷ്ട്രീയ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ മതപരമായി സംഘർഷത്തിലേർപ്പെട്ടാലും അമ്മച്ചിമാർ ഒരു ഭാഷയിൽ സംസാരിക്കുന്നിടത്തോളം കാലം കേരളം ഒരു മതേതര സമൂഹമായിരിക്കും. ഉപ്പും മുളകും പരസ്പരം കടങ്ങാടുന്നത് ഒരു ഭാഷയിലാകുന്നിടത്തോളം കാലം തീർച്ചയായിട്ടും അതാണ് ഭാഷയുടെ ഐക്യം എന്ന് പറയുന്നത്. ഇതാണ് നമ്മെ ഒരു ജനതയാക്കി മാറ്റിയത്. ഇതാണ് നമ്മുടെ നവോത്ഥാനം ഇത്രയും വ്യാപകമാകാൻ കാരണം. ശ്രീശ്രീ എന്ന് പറയുന്ന തെലുങ്കിലെ കവിയെ ആന്ധ്രയിൽ ഒരു മുസ്ലിമിനെ അറിയില്ല. കാരണം അവൻ്റെ മാതൃഭാഷ തെലുങ്കാണ്, ഉറുദുവാണ്. ഇവിടെ നമുക്ക് കുമാരനാശാനും വൈക്കം മുഹമ്മദ് ബഷീറും പൊൻകുന്നം വർക്കിയും ഒക്കെ നമ്മുടെ പൊതു പൈതൃകമാണ്. ഇതിനെയാണ് നമ്മുടെ സൗന്ദര്യം, അവിടെയാണ് ഒരു കാര്യം ഇവിടെ സൗന്ദര്യാത്മകത വാക്ക് ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം 19ാം നൂറ്റാണ്ടിൽ നമ്മൾ പറയുന്ന വലിയ നവോത്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയം മാതൃഭാഷയിലൂടെ എനിക്ക് എൻ്റെതല്ലാത്ത മതങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ബൈബിൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് കിട്ടിയപ്പോൾ, ഖുർആൻ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് കിട്ടിയപ്പോൾ എനിക്ക് മതം മാറാതെ തന്നെ അതിൻ്റെ ഗുണാത്മകമായ മൂല്യങ്ങൾ എൻ്റെ സൗന്ദര്യബോധം കൊണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ബൈബിളിലെ സ്നേഹം എന്ന് പറയുന്ന മൂല്യം ഞാൻ മാർഗം കൂടാതെ തന്നെ മനസ്സിലാക്കിയെടുത്തു.
ഖുറാനിലെ സാഹോദര്യം എന്ന് പറയുന്ന മൂല്യം ഞാൻ ഇസ്ലാം ആകാതെ തന്നെ മാറിയെടുത്തു. അങ്ങനെയാണ് ഞാൻ ഒരു മലയാളിയായി മാറിയത്. അതാണ് അതിൻ്റെ ഐക്യം എന്ന് പറയുന്നത്. നാടകം ശങ്കരപ്പിള്ളയുടെ പേരിലാണല്ലോ. നാടകം എന്ന് പറയുന്ന ഒരു സദസ്സ് രൂപപ്പെടുന്നത് കേരളത്തിലെ സൗന്ദര്യാത്മക വിപ്ലവത്തിൻ്റെ ഒരു സന്ദർഭത്തിലാണ്. അതിനു മുമ്പുള്ള സദസ്സുകളൊക്കെ ജാതി സദസ്സുകളാണ്. ഇങ്ങനെ ഇരിക്കാൻ കഴിയില്ല പഴയ കാലത്ത്, 19-ാം നൂറ്റാണ്ടിൽ അല്ലേ. അടി അങ്കുലം അകലം വേണം. എല്ലാവരും ഒന്നിച്ചിരുന്ന ആദ്യത്തെ സദസ്സ് നാടക സദസ്സാണ്. നാടകം തന്നെ ഒരു ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നു, സൗന്ദര്യാത്മക വിപ്ലവമാണ്. മറ്റു വിപ്ലവങ്ങളൊക്കെ നടന്നോട്ടെ, നല്ല കാര്യം, ഞാൻ അതിൻ്റെ ആളാണ്. പക്ഷേ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ മനുഷ്യബന്ധങ്ങളെ, പരസ്പരമുള്ള അറിവുകളെ ജനാധിപത്യവൽക്കരിക്കുകയും ഒരു സ്ഥലത്ത് ഇരിക്കാൻ കഴിയുന്നു എന്ന് വരുന്നതിനാണ് എസ്തെറ്റിക് റവല്യൂഷൻ എന്ന് പറയുന്നത്. മലയാളികൾ ആദ്യം ഒന്നിച്ചു ചേർന്നിരുന്ന എപ്പോഴാണ്? ആദ്യത്തെ മലയാളി രൂപപ്പെട്ട എപ്പോഴാണ്? മനുഷ്യരവിടെ ഉണ്ട്, പക്ഷെ മലയാളി എന്ന ബോധത്തോടു കൂടി ആദ്യമായിട്ട് നമ്മൾ ഒന്നിച്ചിരുന്ന എപ്പോഴാണ്? 1920 കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒറ്റപ്പാലത്തെ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് നമ്മൾ മലയാളികളായിട്ടിരുന്നത്. ഈപ്പസംഭൂതിപ്പടവ് പറയും, ആദ്യമായിട്ട് AK പിള്ളത് പറയും. കാരണം തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നുള്ള വ്യത്യാസമില്ലാതെ, അവർണൻ സവർണൻ എന്നുള്ള വ്യത്യാസമില്ലാതെ, ഹിന്ദു മുസ്ലിം എന്ന വ്യത്യാസമില്ലാതെ, സ്ത്രീ പുരുഷൻ എന്ന വ്യത്യാസമില്ലാതെ ഒരൊറ്റ സമ്മേളന പന്തലിൽ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മൾ കൂടിച്ചേർന്നത് ഒറ്റപ്പാലം കോൺഗ്രസ് സമ്മേളനത്തിലാണ്. അതാണ് അതിൻ്റെ അർത്ഥം. അതൊരു പുതിയ സമൂഹ സങ്കല്പം. നാഗപ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ ആണ് നമ്മൾ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ യാന്ത്രികമായ പ്രവിശ്യാസങ്കല്പമല്ല, ഭാഷാടിസ്ഥാനത്തിലുള്ള സമൂഹമാണ് ഉണ്ടാകേണ്ടത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികൾ മുഴുവൻ ഭാഷാടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കപ്പെടുന്ന അതിൻ്റെ ഭാഗമാണ്. ഇതാണ് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ 2 മുദ്രാവാക്യം ഞാൻ നേരത്തെ പറഞ്ഞതിൽ. ഇന്ത്യ എന്തായി തീരണം? ഹിന്ദുവിൻ്റെയോ മുസ്ലിമിൻ്റെയോ എന്നായി തീരണം എന്നൊരു വിഭാഗം പറഞ്ഞു. അല്ല, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാം ഉൾപ്പെടെ എല്ലാവരുടേതുമായ ഭാഷാദേശീയതകളാണ് വേണ്ടത് എന്നാണ് ദേശീയ പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം എല്ലാം മുന്നോട്ട് വെച്ചത്. ഇതാണ് വ്യത്യാസം. അപ്പോൾ ഇതേത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ചോദ്യം. ഫെഡറൽ സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ജനകീയമായ ഒരു ജനാധിപത്യ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാഷാ സമൂഹങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് കെട്ടിപ്പടുക്കുന്നതാണ് രാഷ്ട്രം എന്നതിൻ്റെ കാഴ്ചപ്പാടിൽ ഭാഷാ സമൂഹ സങ്കല്പത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയുടെ പൂർത്തീകരണമാണ് 1956 നടന്നത്. മാതൃഭൂമിയുടെ 100ാം വാർഷികമൊക്കെ ആഘോഷിക്കുന്നുണ്ടല്ലോ, അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. മാതൃഭൂമി എന്ന് പറഞ്ഞാൽ അത് കേരളം എന്ന അർത്ഥം അവിടെ, അല്ലേ? ശരിക്കും വള്ളത്തോളിനെ തിരുത്തിക്കൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. പക്ഷെ വള്ളത്തോളിൻ്റെ ഏറ്റവും ഞാൻ ഉദ്ധരിക്കേണ്ട വാക്കിതല്ല. എപ്പോൾ വരേക്കുമിൽ ലേവർ തൻ ഭാഷയ്ക്ക് കെൽപ്പും പരപ്പും നടപ്പുമൊന്നും അപ്പോൾ വരേക്ക് അവർ ആവതില്ലാത്തവർ അപ്രഫുല്ലാശയർ അപ്രശസ്തർ. എപ്പോൾ മുതൽ നിങ്ങളുടെ ഭാഷയ്ക്ക് കെൽപ്പും പരപ്പും നടപ്പുമില്ലയോ അതുവരെ നിങ്ങൾ അപ്രഗത്ഭരാണ്, നിങ്ങളുടെ മനസ്സ് വികസിക്കാത്ത, അതാണ് ആശയം എന്ന് പറയുന്നത്, മനസ്സെന്നർത്ഥം, വികസിക്കാത്തവരാണ്, ലോകത്തിൽ നിങ്ങൾ അറിയപ്പെടുകയില്ല എന്നാണ് വള്ളത്തോൾ പറഞ്ഞത്. അപ്പോൾ ഭാഷയോളമാണ് നമ്മൾ, ഭാഷ വികസിക്കുന്നിടത്തോളാണ് നമ്മൾ, നമ്മുടെ അനുഭവങ്ങളുടെ പരിധി ഭാഷയാണെന്ന് അർത്ഥം. മറ്റത് നമ്മൾ അറിയും, തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ അറിയും. പക്ഷെ അനുഭൂതി കൊണ്ട്, ഈ അനുഭൂതി കൊണ്ടുള്ള ഐക്യത്തെയാണ് ഞാൻ സൗന്ദര്യാത്മക വിദ്യാഭ്യാസം എന്ന് വിളിച്ചത്. ഹിന്ദു മുസ്ലിം എന്നുള്ള വ്യത്യാസമില്ലാതെ, ക്രിസ്തു എന്നുള്ള വ്യത്യാസമില്ലാതെ നമുക്ക് പരസ്പരം അനുഭവിക്കാൻ കഴിയുന്ന ഒന്നാണ്. ഇപ്പോൾ ക്യാമ്പസുകളിൽ ഞങ്ങളുടെ ഒന്നും കാലത്തില്ലാത്ത, ഇരിക്കുന്ന അധ്യാപകരുടെയും ഒക്കെ കാലത്തില്ലാത്ത ഒരു പ്രവണത നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലേ? പ്രണയിന്ന് പിടിക്കാൻ സാധിക്കില്ല എന്നാണ് കരുതുന്നത്, കാമുകൻ എന്ന് പറയപ്പെടുന്ന വിത്തിൻ കോട്ട്സ് പറയേണ്ടി വരും, കത്തിയുമായിട്ടാണ് രംഗത്തേക്ക് വരുന്നത്, കുത്തിക്കൊല്ലുന്നു, അല്ലേ? ഏത് ക്യാമ്പസുകളാണ്? മലയാളമേ പഠിപ്പിക്കാത്ത, സാഹിത്യമേ പഠിപ്പിക്കാത്ത, ഏറ്റവും വലിയ പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ അത് നടക്കുന്നത്. എന്താ പറ്റിയത്? അവിടെ കുമാരനാശാനെ പഠിപ്പിക്കുന്നില്ല, അതാണ് പറ്റിയത്. കൊളംബസ് ഡിസ്കവേർഡ് അമേരിക്ക എന്ന് പറയുന്ന പോലെ പറയേണ്ട കാര്യമാണ് കുമാരനാശാൻ ഡിസ്കവേർഡ് പ്രേമം. എന്താ കാമത്തെ പ്രേമമാക്കി മാറ്റുക എന്ന് പറയുന്നത് മനുഷ്യ ചരിത്രത്തിൻ്റെ ഉള്ളിൽ സംഭവിച്ചൊരു കാര്യമാണ്. കാമം ജീവികൾക്കൊക്കെയുള്ള വികാരമാണ്. അതായത് കാമിക്കുന്ന ആളെന്താ ചെയ്യുന്നത്? കാമിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാമിക്കുന്ന സാധനം ഒരു വസ്തു മാത്രമാണ്. ആ വസ്തുവിനെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ രോഷാകുലനാകുന്നു, അതിനില്ലാതാക്കുന്നു. കാമമാണ്. പ്രേമം എന്ന് പറഞ്ഞാൽ എന്താ? പ്രേമം എന്ന് പറഞ്ഞാൽ ഞാൻ കാമിക്കുന്നത് ഒരു വസ്തുവല്ല, ഒരാളാണ്, അയാൾ എന്നെയും പ്രേമിക്കണം എന്ന് പറയുന്ന അധിക കരുതലിൻ്റെ, അധിക വികാരത്തിൻ്റെ പേരാണ് പ്രണയം എന്ന് പറയുന്നത്. പിന്നെ ഇംഗ്ലീഷിലെ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ എങ്കിൽ ഡിസയർ ടു ബി ഡിസയേർഡ് ബൈ ദി അതർ.
അന്യൻ എന്നെയും പ്രേമിക്കണം എന്ന് പറയുന്നതിനെയാണ്. അതുകൊണ്ടാണ് സൂഫി കവിതയിൽ കാമുകിയുടെ വാതിലിന് മുട്ടിയിട്ട് വാതിൽ തുറക്കൂ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്ന് പറഞ്ഞപ്പോഴൊന്നും അവൾ വാതിൽ തുറന്നില്ല. വാതിൽ തുറന്നപ്പോഴാണ് നീ എന്ന് പറഞ്ഞപ്പോഴാണ്, ഇത് നീയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് വാതിൽ തുറന്നത്. അതിൻ്റെ അർത്ഥം അവളെ ഞാൻ മനസ്സിലാക്കി എന്നുള്ളതാണ്. ഈ അവരെയെ മനസ്സിലാക്കാനുള്ള പഠിപ്പിൻ്റെ പേരാണ് എസ്തെറ്റിക് എഡ്യൂക്കേഷൻ. എന്തിനു കുമാരനാശാന്റെ കവിത പഠിപ്പിക്കണം എന്ന് ചോദിച്ചാൽ നമ്മുടെ കുട്ടികൾ ക്രിമിനൽസ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഏകധനം, എൻ്റെ ജീവനങ്ങ്, എൻ്റെ ഭോഗം, അതും എൻ്റെ മോക്ഷവും, എൻ്റെ ഈശദൃഢം, ഈ പദാംബുജത്തിൻ്റെ സീമ, ഇത് പോകിലില്ല ഞാൻ എന്ന് ക്ലാസ്സിൽ വൃത്തിയായി പഠിപ്പിക്കുന്ന ഒരുത്തനും കത്തിയുമായി ക്യാമ്പസിൽ വരികയില്ല. എനിക്ക് ഉറപ്പുണ്ട്, എൻ്റെ വിദ്യാർത്ഥികൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ വിദ്യാഭ്യാസം നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ മസ്തിഷ്കത്തിൻ്റെ ഒരു പകുതി മാത്രം വികസിപ്പിക്കുകയും വികാരത്തിൻ്റെ മറ്റേ പകുതി തകർക്കുകയും ചെയ്യുമ്പോൾ ആ ഏകപക്ഷീയമായ വളർച്ചയെ ക്യാൻസർ എന്ന് പറയാം. ആ ക്യാൻസറിൻ്റെ പേര് അഹിംസ എന്ന് പറയുന്നത്. ആ ഹിംസയെ ഇല്ലാതാക്കിയിട്ട് പ്രണയം എന്ന് പറയുന്നൊരു മൂല്യം, അത് വിവാഹമായാലും എല്ലാവരും ഉണ്ടാക്കണം എന്നാണ് ഇന്ദുലേഖ നമ്മളെ പഠിപ്പിക്കുന്നത്. അതാണ് സംബന്ധത്തിൽ നിന്ന് പ്രേമത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ പേരാണ്, അല്ലേ? സ്നേഹിച്ചുള്ള വിവാഹത്തിൻ്റെ മാറ്റത്തിൻ്റെ പേരാണ് ഇന്ദുലേഖ. അതാ പഠിപ്പിക്കുന്നത്. കുമാരനാശാന്റെ കവിത അതാ പഠിപ്പിക്കുന്നത്. ചങ്ങമ്പുഴ രമണൻ എന്താ ചെയ്തത്? രമണൻ പോയിട്ട് ചന്ദ്രികയെ കുത്തിക്കൊല്ലുകയല്ലോ ചെയ്തത്. മനസ്സിലാക്കുന്നത്. ഇന്നത്തെ രമണന്മാരെന്താ ചെയ്തത്? അവളെയാണ് തൂക്കിക്കെട്ടുന്നത്, അല്ലേ? ചന്ദ്രികയാണ് തൂക്കിക്കെട്ടുന്നത്. അപ്പോൾ ഈ കരുതൽ പഠിപ്പിക്കാനാണ് സാഹിത്യം പഠിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുക, ഞാൻ മാത്രമല്ല, പലരും പറഞ്ഞു, മഹാപണ്ഡിതർ പലരും, എഞ്ചിനീയറിങ്ങും മെഡിസിനും ഉൾപ്പെടെയുള്ള കോഴ്സുകളിൽ മലയാള സാഹിത്യം പഠിപ്പിക്കണം കേരളത്തിൽ. കാരണം നിങ്ങൾ 50 ലക്ഷം കൊടുത്തിട്ട്, ഇപ്പോൾ 1 കോടിയാണെന്ന് തന്നെ ഞാനൊരു പ്രസംഗത്തിൽ പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു അത് 50 ലക്ഷമല്ല മാഷെ, ഇപ്പോൾ 1 കോടിയാണെന്ന് പറഞ്ഞു. ഒരു MBBS സീറ്റിനുള്ള വില 1 കോടിയാണ്. 1 കോടി വിലയും കൊടുത്തിട്ട് നിങ്ങളൊരു MBBS ഡിഗ്രിയുമായിട്ട് ഡോക്ടറുടെ സീറ്റിലിരുന്നാൽ നിങ്ങളുടെ മുമ്പിൽ വരുന്ന രോഗിയെ നിങ്ങൾ എന്തായിട്ടാണ് കാണുന്നത്? ഇയാളിൽ നിന്ന് എന്തൊക്കെ അടിച്ചു മാറ്റാൻ പറ്റുമെന്നാണ് നിങ്ങൾ ആലോചിക്കുന്നത്. കിഡ്നിക്ക് എന്താകും വില, അല്ലേ? സച്ചിദാനന്ദൻ പറഞ്ഞ പോലെ ഇടവപ്പാതിക്ക് എന്താകും വില എന്ന് പറഞ്ഞ പോലെ ഇല്ലാത്ത രോഗം അവനിൽ ആരോപിക്കുകയും അവനെ ബോധം കെടുത്തുകയും റൂമിൽ നിന്ന് അവൻ ഓപ്പറേഷൻ റൂമിൽ നിന്ന് പുറത്തു വരുമ്പോൾ പല വസ്തുക്കളും ശരീരത്തിലില്ലാതിരിക്കുകയും ചെയ്യും. ഇങ്ങനെ ആയിത്തീരാതിരിക്കണമെങ്കിൽ MBBS കോഴ്സിന് ആരോഗ്യ നികേതനം എന്ന് പറയുന്ന നോവൽ പഠിപ്പിക്കണം. താരാശങ്കർ ബാനർജിയുടെ. ഇതിരിക്കുന്ന ഒരു മനുഷ്യനാണെന്നും അതൊരു ബോധമാണെന്നും സ്നേഹവിനിമയങ്ങളാണ് പരസ്പരം നടക്കുന്നതെന്നും ഉള്ള സ്നേഹത്തിൻ്റെ പേരാണ് ശുശ്രൂഷ എന്നൊക്കെ പറയാൻ ആരോഗ്യ നികേതനം പഠിപ്പിക്കണം മെഡിക്കൽ കോളേജിൽ. ഇത് പഠിപ്പിച്ചില്ലെങ്കിൽ വ്യാജ ഡോക്ടർമാർ വരും, രോഗികളെ കൊല്ലുന്ന ഡോക്ടർമാർ വരും എന്നുള്ളതാണ്. കഴിഞ്ഞില്ല, അതുണ്ടായിട്ടുണ്ട് കേട്ടോ. ആസ്ട്രേലിയയിലെ നഴ്സുമാർ മുഴുവൻ രോഗികളോട് ക്രൂരമായി പെരുമാറിയപ്പോൾ അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി വെച്ചു. ആ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തത് നഴ്സുമാരുടെ കരിക്കുലത്തിൽ പാഠ്യപദ്ധതിയിൽ സാഹിത്യം പഠിപ്പിക്കണമെന്ന്. ന്യൂയോർക്ക് സർവകലാശാല, നമ്മൾ അങ്ങോട്ടല്ലേ നോക്കുന്നത്, ന്യൂയോർക്ക് സർവകലാശാലയിലെ മെഡിക്കൽ ബിരുദ കോഴ്സിൽ സാഹിത്യം പഠിപ്പിക്കുന്നുണ്ട്, കല പഠിപ്പിക്കുന്നുണ്ട്. നമ്മളിതൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ബാക്കിയെല്ലാം ഇവിടുന്ന് എടുക്കേണ്ടത് എടുക്കില്ല എന്നർത്ഥം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ അടിസ്ഥാനപരമായ വിദ്യാഭ്യാസ സങ്കല്പത്തിൽ എഞ്ചിനീയറിംഗിൽ സിവിൽ എഞ്ചിനീയർ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ അയാൾ കെട്ടിടം മാത്രമേ കാണുന്നുള്ളൂ ഇന്ന്, അല്ലേ? കെട്ടിടം മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ ആ കെട്ടിടത്തിൻ്റെ ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്, ഞാൻ വരുന്നതിന് മുമ്പ് എനിക്ക് ജന്മം തന്ന മഹാപരമ്പരകൾ, വിജയൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഒ വിജയൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മഹാപരമ്പരകൾ ഇവിടെ താമസിക്കുന്നുണ്ടെന്നും ആ പരമ്പരകളെ മുഴുവൻ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ഇവിടെ കെട്ടിടം പണിയാൻ കഴിയുള്ളൂ എന്നും തിരിച്ചറിയണമെങ്കിൽ ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികൾ എഞ്ചിനീയറിംഗ് കോഴ്സിൽ പഠിപ്പിക്കണം. ഇതിനെ എസ്തെറ്റിക് എഡ്യൂക്കേഷൻ പറയുന്നത്. അതുകൊണ്ട് ഇന്നത്തെ യുഗത്തിൽ നമ്മൾ കാണുന്ന വളരെ യാന്ത്രികമായ, ഞാനതിനെതിരൊന്നുമല്ല, ഞാനൊരു പഴയ സയൻസ് വിദ്യാർത്ഥി തന്നെയാണ്, ബിരുദം വരെ മാത്തമാറ്റിക്സ് പഠിച്ച ആളാണ്. പക്ഷേ അതിനോടൊപ്പം നിങ്ങളുടെ മറ്റേ ഹെമിസ്ഫിയർ, മറ്റേ അർദ്ധഗോളം കൂടെ അതിനെ അരുത് എന്ന് പറയാൻ, അഹിംസാത്മകമാക്കാൻ, നിങ്ങളുടെ അറിവുകളെ മുഴുവൻ അഹിംസാത്മകമാക്കാൻ, നിങ്ങൾ മാത്രമല്ല ലോകത്തിൽ മറ്റുള്ള ആളുകൾ മുഴുവൻ ഉണ്ട് എന്ന് തിരിച്ചറിയാൻ ഇതിനോടൊപ്പം സാഹിത്യവും കലാപരവുമായ വിദ്യാഭ്യാസം ആവശ്യമാണ്. അഹം ഇരുളല്ല, ഇരുളാകിൽ അന്ധരായി നാം അഹമെന്നറിയാതിരുന്നിടേണം, അറിവതിനാൽ അഹം അന്ധകാരമല്ല എന്നറിവതിന് ഇങ്ങനെ ആർക്കും ഓതിടണം. നാരായണഗുരു. അഹമിരുളല്ല, ഞാനെന്ന് പറയുന്ന അജ്ഞതയല്ല. അജ്ഞതയായിരുന്നെങ്കിൽ അഹമിരുളിൽ ഇരുളാകിൽ അന്ധരായി നാം അഹമെന്നറിയാതിരുന്നിടണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും അഹത്തെക്കുറിച്ച് എനിക്ക് അറിവില്ലാതിരിക്കണമായിരുന്നു.
പക്ഷേ നിങ്ങൾ ഓരോരുത്തരും അഹമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു, നിങ്ങളുടെ ഒക്കെ നോട്ടം എന്നിലേക്കും പതിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിയുമ്പോഴാണ് ഞാനൊരു സമൂഹ ജീവിയാകുന്നത്. അല്ലെങ്കിൽ ഞാനൊരു ഏകാധിപതിയാണ്. നിങ്ങൾ ഒരു വസ്തു മാത്രമാണ്. ഈ പുതിയ ജനാധിപത്യ ബോധം നിങ്ങൾ കൂടി ഈ ലോകത്തിലുണ്ടെന്നും നിങ്ങളുടെ കരുതലുകൾ ഒരു ഉറുമ്പിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നും ലോകത്ത് നോക്കിക്കാണാം അല്ലേ. അനുകമ്പാദശകം, അനുകമ്പ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ദുഃഖം, നമ്മൾ ട്യൂണിംഗ് ഫോർക്കിൻ്റെ യുക്തി അത് അല്ലേ. നിങ്ങൾ കമ്പനം ചെയ്യുമ്പോൾ ഞാനും അതേപോലെ കമ്പനം ചെയ്യുക. ആ ഒരു ആന്തരിക വികാരം ശാസ്ത്രം നമുക്ക് തരികയില്ല. ശാസ്ത്രത്തിൻ്റെ ഒരു പരീക്ഷണശാലയിലും ഒരു വസ്തു കമ്പനം ചെയ്യുമ്പോൾ അതിനോടൊപ്പം ഒരു ശാസ്ത്രജ്ഞൻ കമ്പനം ചെയ്യുകയില്ല. സാമൂഹ്യ ശാസ്ത്രം പഠിക്കുമ്പോൾ, ചരിത്രം പഠിക്കുമ്പോൾ ഒരിക്കലും ചരിത്രശാസ്ത്രജ്ഞൻ ചരിത്രത്തിനോടൊപ്പം കമ്പനം ചെയ്യില്ല. കമ്പനം ചെയ്യുന്നത് സാഹിത്യം പഠിക്കുമ്പോൾ മാത്രമാണ്. സാഹിത്യത്തിൽ ഒരു കഥാപാത്രത്തിൻ്റെ വിചാരങ്ങളോടൊപ്പം നിങ്ങൾ മാറും, ഇന്ദുലേഖയോടൊപ്പം മാറും. ഇതിനെയാണ് അനുകമ്പ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അത് സാഹിത്യത്തിലേ പറ്റുള്ളൂ. അതുകൊണ്ട് സംബന്ധം എന്ന് പറയുന്ന കെട്ടിക്കൊണ്ടുപോക്കിനെ പകരം സ്നേഹത്തിൽ അധിഷ്ഠിതമായ പുതിയ കുടുംബ വ്യവസ്ഥ ഇന്ദുലേഖയിൽ കണ്ടെത്തി. അതിനെയാണ് മലയാള സാഹിത്യത്തിലെ സൗന്ദര്യാത്മക വിപ്ലവം എന്ന് പറയുന്നത്. പക്ഷെ അവിടെ നിന്നില്ല. പക്ഷെ അപ്പോഴും ഇന്ദുലേഖയുടെ സൗന്ദര്യബോധത്തിന് ഒരു ചെറിയ പരിമിതി നമുക്ക് കാണാം. എവിടെ കസവ് അവസാനിക്കുന്നു, എവിടെ ശരീരം ആരംഭിക്കുന്നു എന്നറിയാത്ത ഒരു സവർണ സൗന്ദര്യബോധമായിരുന്നു അത് പിന്നീട് അടുത്ത വിപ്ലവത്തിൽ തകഴെങ്ങനെ തിരുത്തിയത്? രണ്ടിടങ്ങളിൽ കോരൻ ചിരുതയെ പ്രേമിക്കുന്നത് ചിരുതയുടെ ശരീരത്തിൻ്റെ കറുപ്പ് കണ്ടിട്ടാണ്, അവൾക്ക് വെയിൽ കൊള്ളാനുള്ള ശേഷി കണ്ടിട്ടാണ്, അവളുടെ അധ്വാന ശേഷി കണ്ടിട്ടാണ്. ഇത് ഒന്നും കൂടെ നമ്മൾ പരിഷ്കരിച്ചു. പുതിയ കാലഘട്ടത്തിൽ നമ്മൾ നപുംസകം എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ആളുകൾ നമ്മളെക്കാൾ വലിയ ആണും പെണ്ണുമാകാൻ ശേഷിയുള്ള നമ്മളെക്കാൾ പൂർണ്ണരായ ആളുകളാണ് എന്ന് തിരിച്ചറിയാൻ ആളോഹരിയാണെന്ന പോലെ സറ ജോസഫിൻ്റെ ഒരു നോവൽ പഠിക്കുന്നു. നമ്മൾ മാറുന്ന അറിവുകൾക്കനുസരിച്ചിട്ട്, മാറുന്ന ധർമ്മബോധത്തിനനുസരിച്ചിട്ട് നമ്മുടെ സൗന്ദര്യബോധത്തെ നവീകരിച്ചില്ലെങ്കിൽ നമ്മൾ പഴഞ്ചരും നമ്മൾ അക്രമികളുമാകും. ആനന്ദ്, നമ്മൾ ഏറ്റവും വലിയ നോവലിസ്റ്റ്, പറയും പുതുക്കപ്പെടാത്ത ദൈവങ്ങൾ പിശാചുക്കളാകും, പുതുക്കപ്പെടാത്ത സൗന്ദര്യബോധം പിശാചി ബോധമാകും, പുതുക്കപ്പെടാത്ത അറിവുകൾ പൈശാചികമാകും. അതുകൊണ്ട് നിരന്തരം നമ്മുടെ അനുഭൂതിയെ പരിഷ്കരിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പുതിയ, ഏറ്റവും പ്രാന്തവൽക്കരിക്കപ്പെട്ട ആളുകൾ എഴുതുന്ന സാഹിത്യവുമായിട്ട് നമുക്ക് പരിചയപ്പെടണം. നമ്മുടെ വീട്ടിൽ ഏറ്റവും പുതിയ ഉപകരണങ്ങളുണ്ടായി. നിങ്ങളുടെ മൊബൈൽ ഫോൺ ഏറ്റവും പുതിയതാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പുതിയ ആളാകുന്നില്ല. നിങ്ങൾ ഏറ്റവും പുതിയ കലയുമായിട്ട്, ഏറ്റവും പുതിയ സാഹിത്യവുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും വലിയ മനുഷ്യരായി തീരുന്നത്. ഗ്രീസിൽ ഡയോജനസ് ആയിരുന്നു ഏറ്റവും പുതിയ മനുഷ്യൻ. അലക്സാണ്ടറിനെ കീഴ്പ്പെടാതെ തെരുവിൽ കടന്ന ആളാണ് അദ്ദേഹം. ലോകം മുഴുവൻ അലക്സാണ്ടർ കീഴടങ്ങിയിട്ടും ഡയോജനസ് കീഴടങ്ങിയില്ല. അദ്ദേഹം ഇരുന്ന ഇരിപ്പിൽ അദ്ദേഹം എഴുന്നേറ്റില്ല. ഗണിതശാസ്ത്രജ്ഞനാണല്ലോ അദ്ദേഹം. അവസാനം ലോകം മുഴുവൻ കീഴടക്കി വന്ന അലക്സാണ്ടർ ചോദിച്ചു ഡയോജനസിനോട്, ഇത്രയും ആളുകൾ എന്നെ വന്ന് കാണുന്നു, താങ്കൾ എന്തുകൊണ്ട് എന്നെ വന്ന് കണ്ടില്ല എന്ന് ചോദിച്ചപ്പോൾ ഡയോജനസ് പറഞ്ഞു, ഈ തെരുവിൽ നിന്ന് ഏതൻസിലേക്കുള്ള ദൂരവും ഏതൻസിൽ നിന്ന് ഈ തെരുവിലേക്കുള്ള ദൂരം ഒന്നാണല്ലോ. എന്നുവെച്ചാൽ അത്രേ ഉള്ളൂ. വടക്കൻ പാട്ടിൽ പറഞ്ഞാൽ അക്കമ്മ പെറ്റത് തമ്പുരാനും അമ്മാളു പെറ്റത് ഞാനുമാണ്, മറ്റേതും ഭേദമില്ലേ കുഞ്ഞുകാളപ്പ എന്ന് തമ്പുരാൻ ചോദിക്കുമ്പോൾ മറ്റേതും ഭേദമില്ല തമ്പുരാനെ. ഇതാണ് സോഷ്യലിസം. രണ്ട് പെണ്ണുങ്ങൾ പറ്റൂ, ഒരാൾ തമ്പുരാനായി, മറ്റേയാൾ ഞാൻ എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ ഡയോജനസ് പറഞ്ഞത്. ആ ഡയോജനസിനോട് ചോദിച്ചൊടുവിൽ താങ്കൾ എന്താണ് താങ്കൾക്ക് വേണ്ടി ഞാനാകുന്ന ലോകം മുഴുവൻ കിടക്കിയ ചക്രവർത്തിയായി ഞാൻ ചെയ്തു തരേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതുവരെ സൂര്യൻ നേരെ എൻ്റെ തലയിലേക്ക് കത്തി നിൽക്കുകയായിരുന്നു, ഒന്നങ്ങോട്ട് മാറി നിന്നാൽ ആ വെയിൽ എനിക്ക് നേരിട്ട് എടുക്കാമായിരുന്നു എന്ന് പറഞ്ഞ് പരാജയപ്പെട്ട ഒരേ ഒരു പരാജയം അലക്സാണ്ടർ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് ഡയോജനസിന് മുമ്പിലാണ്. ലോകം മുഴുവൻ കീഴടക്കിയ അക്രമിയായ അലക്സാണ്ടറെ നിങ്ങൾ മഹാനെന്ന് പഠിപ്പിച്ചാൽ നിങ്ങളുടെ കുട്ടി അക്രമിയായി തീരുന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. നമ്മൾ ഇന്ത്യ ചരിത്രത്തിൽ ഒറ്റ മനുഷ്യനെ മഹാവീരൻ എന്ന് വിളിച്ചിട്ടുള്ളൂ. അത് വർദ്ധമാന മഹാവീരനാണ്. ഒരു പുൽക്കൊടിയെ പോലും ദ്രോഹിക്കരുത് എന്ന് പറഞ്ഞ ആളെയാണ് ഇന്ത്യൻ സംസ്കൃതി മഹാവീരൻ എന്ന് വിളിച്ചത്, അല്ലേ? ബുദ്ധനെയാണ് മഹാവീരൻ എന്ന് വിളിച്ചത്. അതുകൊണ്ട് അതിൻ്റെ തുടർച്ചയാണ് ഇന്ത്യൻ ദേശീയ സമരം, മഹാത്മാഗാന്ധി. ഈ മൂല്യങ്ങളൊക്കെ നമ്മുടെ സാഹിത്യകൃതികളാണ് നമുക്ക് നൽകുന്നത്. ഈ മഹത്തായ മൂല്യം, ജൈന ബൗദ്ധ സംസ്കൃതി, ആ നിലയിൽ അതൊക്കെ തൂവിപ്പരുന്ന ഭാഷയാണ് നമ്മുടെ ഭാഷ. അതുകൊണ്ട് മാതൃഭാഷയിലൂടെ ഒരു അഹിംസാത്മകമായ, ഒരു സൗന്ദര്യാത്മകമായ സമൂഹത്തെ സൃഷ്ടിക്കാൻ നമ്മൾ തയ്യാറാകണം. അത് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ കടമയാണെന്നും ശങ്കരപ്പിള്ള നടന്ന വഴികളിലൂടെ ഈ ഒരു പുതിയ ബോധത്തോടു കൂടി നമുക്കൊക്കെ നടക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.